ഏകനാഥനും നമ്മുടെ കർത്താവുമായ ശ്രീ യേശു ക്രിസ്തുവിൻ്റെ നിസ്സീമമായ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ആനപ്പാറ ഗോസ്പൽ പ്രയർ ഹാൾ വളരെ പ്രാർത്ഥനയോടും ഏറിയ പ്രതീക്ഷയോടും കൂടെ ദൈവകൃപയിൽ ആശ്രയിച്ച് നടത്തപ്പെടുന്ന സുവിശേഷ യോഗങ്ങളുടെ മഹത്തായ 3-ാം ദിനമായ ഇന്ന് യോഗത്തിൽ വന്നു കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം എനിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിനും ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതിനും എന്നെ അനുവദിച്ച അത്യുന്നതനായ ദൈവത്തിന് എല്ലാ മഹത്വവും സ്തോത്രത്തോടെ അർപ്പിക്കുകയാണ്. കഴിഞ്ഞ 2 രാത്രികളിലും ഈ യോഗത്തിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി, ആത്മാവിൻ്റെ നടത്തിപ്പിനായി ഞാൻ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വിശേഷാൽ ഇങ്ങനെ ഒരു ആത്മീയ സംരംഭത്തിൻ്റെ പിൻപിൽ അഘോരാർത്ഥം അധ്വാനിക്കുന്ന കൂട്ടു സഹോദരങ്ങൾക്കായി, കർത്താവിൻ്റെ വേലക്കാർക്കായി, വിശ്വാസികൾക്കായി ഞാൻ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആനപ്പാറ എന്ന ഈ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് കൂട്ട് സഹോദരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ ശുശ്രൂഷകൾക്കായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടിടയായിട്ടുണ്ട്. എന്നാൽ ആ ഒരു കൂട്ടായ്മയിൽ വന്ന് പങ്കെടുക്കുവാൻ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായതിലും വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചിറ്റിക്കോണം ബ്രദറൻ ചർച്ച് ഈ ആനപ്പാറ പ്രദേശത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു സുവിശേഷ യോഗത്തിലും ഞാൻ പ്രസംഗിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെയാണോ ഇനി സ്ഥലത്തിന് മാറ്റമുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ ആനപ്പാറ കേന്ദ്രീകൃതമായിട്ട് നിങ്ങൾ നിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശുശ്രൂഷയെ സ്വർഗത്തിലെ ദൈവം അത്യന്തം അനുഗ്രഹിക്കുകയും അവിടുത്തെ അംഗീകാരത്തിൻ്റെ മുദ്ര പതിപ്പിച്ച് വിജയത്തിലേക്ക് നയിക്കുന്നു എന്നത് ഓർത്ത് നിങ്ങളോടൊപ്പം ഞാൻ സന്തോഷിക്കുകയും ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. വിശേഷാൽ ഇന്ന് പ്രിയ കർത്താവിൻ്റെ ദാസൻ വിജയദാസ് ബ്രദറിലൂടെ കേട്ട വാർത്ത ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഉള്ളം പുളകം കൊള്ളുകയായിരുന്നു. കാരണം ഈ പ്രദേശത്തു നിന്ന് 5 പേര് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് അതിൻ്റെ ഫലമായിട്ടുള്ള ആ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. നാളെ മുതൽ ഇവിടെ പുതിയ നിയമപ്രകാരമുള്ള ഒരു സഭാ കൂടിവരവ് ആരംഭിക്കപ്പെടുന്നു എന്നുള്ള വാർത്ത വാസ്തവത്തിൽ അതൊരു ചെറിയ സംഭവമല്ല. ആ വലിയ പ്രവൃത്തിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്തത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതുകൊണ്ട് പാതാള ശക്തികളെ ജയിച്ചവനായ ദൈവത്തിൻ്റെ അജയ്യമായ സാന്നിധ്യം ഈ സഭയുടെ പിമ്പിൽ തുടർന്നും നിരന്തരം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന എനിക്കുണ്ട്. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സുവിശേഷ യോഗങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗങ്ങളിൽ സാമ്പത്തികമായി, ശാരീരികമായി, സാങ്കേതികമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന സുവിശേഷ പ്രേമികളായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ ഉത്തോരോത്തരം വർദ്ധിച്ചു വരുന്നതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ യോഗത്തിൽ പ്രാർത്ഥിച്ചവരും യോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ, അതുപോലെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ഈ സംഗീത ടീമിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കറിയാം, വളരെ ദൂരെ നിന്ന് അല്പമല്ലാത്ത ബദ്ധപ്പാടുകൾ സഹിച്ച് ഈ യോഗത്തിൽ വന്ന് അവർ ഈ ശുശ്രൂഷ നിവർത്തിക്കുന്നു. അത് സന്തോഷത്തോടെ ഓർക്കുകയാണ്. അതുമാത്രമല്ല, ഈ സന്ദേശം ഈ ഈ ദൃശ്യമാധ്യമത്തിലൂടെ മറ്റിടങ്ങളിലൊക്കെ ഇരുന്ന് വീക്ഷിക്കുന്ന സഹോദരങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. അത് അവർക്കും അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനു പുറമെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ നാട്ടുകാരായ കൂട്ടുവിശ്വാസികൾക്കായി വന്നുകൂടിയിരിക്കുന്ന ബഹുമാനീയരായ സഹോദരങ്ങൾക്കായി സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഈ യോഗത്തിൽ വന്നത് നിങ്ങൾക്കും കുടുംബത്തിനും ഈ ദേശത്തിനും ഒരു അനുഗ്രഹവും ഐശ്വര്യവുമായി ഭവിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഈ രാത്രിയിലും ദൈവം നമ്മെ ഇത്രത്തോളം സഹായിച്ചതുകൊണ്ട് ദൈവത്തിന് എല്ലാ മഹത്വവും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട്
ഇനിയുള്ള സമയം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവവചന ദൂതിന് ആധാരമായിട്ട് വിശുദ്ധ ബൈബിളിലെ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം നമുക്ക് വായിച്ച് കേൾക്കാം. വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവരെല്ലാവരും അതൊക്കെ ഒന്ന് എടുത്തു നോക്കണം. ഇവിടെ പ്രിയ കർത്താവിൻ്റെ ദാസൻ അത് വായിച്ച് മൈക്കിലൂടെ കേൾപ്പിക്കും. നമുക്ക് ശ്രദ്ധിക്കാം, പ്രാർത്ഥനയോടെ അവിടുത്തെ പാദത്തിലിരിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിക്കുവാൻ വന്നത് എന്ന് പറഞ്ഞു. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. ചില ഭാഷാന്തരങ്ങളിൽ ഈ വാക്യം പറയുന്നത് ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നത് എന്നാണ്. അപ്പോൾ ക്രിസ്തു വിളിപ്പാൻ വന്നു. ദൈവ വിളി, അതാണ് ഇന്ന് രാത്രിയിൽ എൻ്റെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത്. ദൈവവിളി, മാനവരാശിയെ വിളിക്കുന്ന ദൈവം. നമ്മുടെ കൈകളിൽ തിളങ്ങി വിളങ്ങുന്ന അതുല്യമായ അവാച്യമായ ദൈവത്തിൻ്റെ അമൂല്യ ദാനമായ ബൈബിൾ, ഈ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ജീവനുള്ള ദൈവമായതുകൊണ്ട് തന്നെ മനുഷ്യനെ വിളിക്കുന്നു. മനുഷ്യൻ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്നു. അപ്പോൾ മനുഷ്യനോട് സമ്പർക്കം പുലർത്തി മനുഷ്യനോട് ഇടപെടുന്നവനായ ഒരു ദൈവത്തെയാണ് ബൈബിൾ ലോകത്തിന് വെളിപ്പെടുത്തുന്നത്. 66 പുസ്തകങ്ങളും 1189 അധ്യായങ്ങളും 31,173 പരം വാക്യങ്ങളുടെയും സമാഹാരമായ ഈ ബൈബിളിൽ ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ദൈവത്തിൻ്റെ വിളിയോടുകൂടി ആരംഭിച്ച് നിരവധി പേരെ വിളിച്ചുകൊണ്ട് തുടരുന്ന ദൈവം ബൈബിളിൻ്റെ ഒടുവിൽ ലോകത്തെ വിളിക്കുന്നതായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ബൈബിൾ ഉപസംഹരിക്കുന്നത്. കാലാകാലങ്ങളായി പ്രപഞ്ച ഉൽപ്പത്തി മുതൽ മനുഷ്യനെ വിളിക്കുന്ന ദൈവത്തെ നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പാപത്തിൻ്റെ താപമേറ്റ് കാലത്തിൻ്റെ പെരുവഴിയിൽ പതിച്ചുപോയ ആദിമനുഷ്യനായ ആദമിനെ, ആദമേ നീ എവിടെയെന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് ഓടിച്ചൊല്ലുന്ന കാരുണ്യവാരിധിയായ ദൈവത്തെയാണ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് അല്പം കൂടെ നമുക്ക് മുമ്പോട്ട് വരാം. BC 2000 കാലഘട്ടത്ത് മിഥ്യാമൂർത്തികളെ നിർമ്മിച്ച് തലയിൽ ചുമന്ന് കടകമ്പോളങ്ങളിൽ കൊണ്ടു നടന്ന് കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ബഹുദൈവ വിശ്വാസിയായ അബ്രഹാമിനെ ഏകദൈവ വിശ്വാസത്തിലേക്ക് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ച് വേർതിരിക്കുന്ന ദൈവത്തെ പിന്നീട് നമ്മൾ കാണുന്നു. അല്പം കൂടെ മുമ്പോട്ട് വരാം. BC 1500 കാലഘട്ടത്ത് ആടുകളെ തീറ്റിപ്പോറ്റി ഹോരഫിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തുമ്പോൾ അഗ്നിയിൽ പ്രത്യക്ഷനായി മോശെ എന്ന് മോശയെ വിളിച്ച് നേതൃത്വത്തിലേക്ക് തിരിക്കുന്ന ദൈവത്തെ അവിടെ നമ്മൾ കാണുന്നു. അല്പം കൂടെ മുമ്പോട്ട് വരാം. BC 1050 കാലഘട്ടത്ത് ദൈവികമായ അരുളപ്പാടുകൾ തീരെ ദുർലഭമായിരിക്കുന്ന ആത്മീയ ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്ത് തീരെ ബാലനായിരുന്ന ഒരു കുട്ടിയെ സമുവേലേ എന്ന് വിളിച്ച് ആത്മീയ നേതൃത്വത്തിലേക്ക് തിരിക്കുന്ന ദൈവത്തെ നമ്മളവിടെ കാണുന്നു. അങ്ങനെ അനേകം പേരെ വിളിച്ച് വേർതിരിക്കുന്ന ദൈവത്തെ പഴയ നിയമത്തിൻ്റെ തങ്കത്താളുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഒരു നീണ്ട 400 വർഷകാലം ദൈവം മനുഷ്യനോട് സമ്പർക്കം പുലർത്തുന്നില്ല. അതിനെ ഇരുണ്ട കാലമെന്നാണ് വേദ പഠിതാക്കൾ വിളിക്കുന്നത്. അങ്ങനെ ദൈവികമായ സമ്പർക്കമില്ലാതെ ആത്മീയ അന്ധതയിലും ദാരിദ്ര്യത്തിലും നിബന്ധിച്ചു പോയ മനുഷ്യനെ വീണ്ടും കരുണാഭാരതിയായ ദൈവം തള്ളിക്കളയാതെ വീണ്ടും അവനോട് ഇടപെടുകയാണ്. ആ ഇടപെടലിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഒരു പ്രകാശഗോളമായി യേശുക്രിസ്തു ഉലകത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ലോകചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി വിഭജിച്ചുകൊണ്ട് അനന്തതയിൽ നിന്ന് ഈ അവനിമുഖത്ത് അവതരിച്ചു വന്ന കർത്താവായ യേശുക്രിസ്തു വീണ്ടും മനുഷ്യനെ വിളിക്കുവാനായിട്ട് തുടങ്ങി. ചുങ്കക്കാരനായ മത്തായിയെ വിളിക്കുന്നു, ചുങ്കപ്രമാണിയായ സക്കായിയെ വിളിക്കുന്നു, തർസോസിലെ സൗലിനെ വിളിക്കുന്നു, മത്സ്യബന്ധനക്കാരനായ പത്രോസിനെ വിളിക്കുന്നു, അപ്പോസ്തലന്മാരെ ഒക്കെ ഒന്നൊന്നായി വിളിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ ഇമ്പമേറിയ വിളി കേട്ട് അവരൊക്കെ വേർതിരിയുന്ന ചരിത്രം പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ വിളി അന്ന് തുടങ്ങി ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അത് മാറ്റം കൂടാതെ ഇങ്ങനെ അനുസൃതം അത്
ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്നുള്ള ദൈവത്തിൻ്റെ അതിശക്തമായ ആഹ്വാനം ഇന്നും മാനവ ശ്രവണപുടങ്ങളിൽ ശക്തമായി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1-ാം നൂറ്റാണ്ടിൽ ആ ശബ്ദം അനുസൃതം അപ്പോസ്തലന്മാർ ഏറ്റെടുത്ത് വീടുകൾ തോറും വീതികൾ തോറും ഓടി നടന്ന് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി മനുഷ്യരുടെ ഇടയിൽ ഇത് അറിയിച്ചു കൊണ്ടിരുന്നു. അഥവാ ആ ശബ്ദം തുടരുകയായിരുന്നു ചെയ്തത്. ഇന്നും അതുപോലെ തന്നെ തുടരുകയാണ്. സന്ദേശത്തിന് മാറ്റമില്ല. ഒരു കുഞ്ഞു ദൃഷ്ടാന്തം പറയാം. യേശുക്രിസ്തുവിന് തൊട്ട് മുമ്പേ വന്ന് പിന്നീട് ആ സന്ദേശം ഏറ്റെടുത്ത് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന യോഹന്നാൻ സ്നാപകൻ ഒരിക്കൽ യേശു തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇതാ 1-ാം ദിവസം വരുന്നത് കണ്ടിട്ട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. 2-ാം ദിവസവും യേശു വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ പ്രസംഗത്തിന് മാറ്റമൊന്നും വരുത്തിയില്ല. തലേ ദിവസം പറഞ്ഞ ആ സന്ദേശം അതുപോലെ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. 3-ാം ദിവസവും വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ കഴിഞ്ഞ 2 ദിവസങ്ങളിലും പറഞ്ഞ ആ സന്ദേശത്തിന് അല്പം പോലും മാറ്റം വരുത്താതെ ശക്തമായി ആവർത്തിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഒരു പ്രസംഗ ശൈലിയിൽ ഞാൻ ഇങ്ങനെ അത് പറയട്ടെ. അങ്ങനെ ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി, വർഷങ്ങൾ ദശാബ്ദങ്ങളായി, ദശാബ്ദങ്ങൾ ശതാബ്ദങ്ങളായി, ശതാബ്ദം സഹസ്രാബ്ദമായി. ഇതാ 3-ാം സഹസ്രാബ്ദത്തിൻ്റെ പൂമുഖത്ത് നിന്നുകൊണ്ട് ഇന്ന് രാത്രികാലം ആനപ്പാറയോട് ഞങ്ങൾ പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കാലം മാറി, മാറ്റങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ലോകത്തിൽ എവിടെയും വീതികളിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിന് മാത്രം മാറ്റമില്ല. മാറ്റമില്ലാത്ത അതേ സന്ദേശം ഒട്ടുപോലും കാലഹരണപ്പെട്ടു പോകാതെ അതിൻ്റെ എല്ലാ പ്രഭാവത്തോടും കൂടെ ശക്തിയോടെ ഇന്നും അറിയിക്കപ്പെടുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. അനവധി വാക്യങ്ങൾ അതുപോലെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ട് തലമുറകൾ തരണം ചെയ്ത് ചക്രവാള സീമകളെ ഉല്ലംഘിച്ചുകൊണ്ട് ഇന്നും ഈ സന്ദേശം അതിശക്തമായി തുടരുകയാണ്. ട്രാക്റ്റുകൾ കൊടുക്കുന്നതിലൂടെ, വീടുകൾ സന്ദർശിക്കുന്നതിലൂടെ, വീതികളിൽ നിന്ന് വിളിച്ചു പറയുന്നതിലൂടെ, അത്യാധുനിക വാർത്താ മാധ്യമങ്ങളിലൂടെ ഈ സന്ദേശം പറയുന്നതിലൂടെ ആ പഴയ സന്ദേശം അല്പം കൂടെ വ്യക്തമായി വിഷയത്തോട് ചേർത്ത് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അതുല്യമായ വിളി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടുകാരോട് സ്നേഹത്തോട് പറയട്ടെ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ കേൾക്കുന്ന ഈ ശബ്ദം ദൈവത്തിൻ്റെ വിളിയാണ്. ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. ആനപ്പാറയെ ദൈവം വിളിക്കുകയാണ്. വിതുരയെ ദൈവം വിളിക്കുകയാണ്. കേരളത്തെ ദൈവം വിളിക്കുകയാണ്. ഇന്ത്യയെ ദൈവം വിളിക്കുകയാണ്. സകല ഭൂസിമാവാസികളോടുമുള്ള ദൈവത്തിൻ്റെ ശക്തമായ വിളിയാണ് ഇവിടെ നമ്മൾ കേൾക്കുന്നത്. അവൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നത്. ആ അനുഗ്രഹീതമായ ഈ ദൈവവിളിയാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയമെന്ന് പറഞ്ഞ് ഞാനിവിടെ മുഖവരിയും പറഞ്ഞുവല്ലോ. ഈ വിളിയാണ് ഇവിടെ ഇനി വിശദീകരിക്കുവാനായി ഞാൻ ദൈവകൃപയിൽ ശരണപ്പെട്ട് ആഗ്രഹിക്കുന്നത്. ഈ സന്ദേശം എല്ലാവർക്കും മനസ്സിലാകണം എന്നുള്ള നിലയിൽ ചില കുറിപ്പുകളിലൂടെ ഇതൊന്ന് വിശദീകരിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. 1, ഈ വിളിയുടെ സ്വഭാവം. 2, ഈ വിളിയോടുള്ള മനുഷ്യവർഗത്തിൻ്റെ അവഗണന. 3, ഈ വിളിയുടെ ഉദ്ദേശ്യം. ഈ 3 കുറിപ്പുകൾ ഇവിടെ എൻ്റെ മുമ്പിലുള്ള സമയപരിധിക്കുള്ളിൽ പറഞ്ഞ് ഞാൻ ഈ സന്ദേശം ഉപസംഹരിക്കുന്നതാണ്. ഒരിക്കൽ കൂടെ ഈ പ്രമേയത്തിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ കർത്തൃനാമത്തിൽ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വിളിയുടെ സ്വഭാവം, 2 സവിശേഷമായ സ്വഭാവം ഈ ദൈവവിളി എന്ന ഈ സന്ദേശത്തിന് ഉണ്ട്. 1-ാമത്തെ സ്വഭാവത്തെ വ്യക്തമാക്കുന്ന 3 വാക്യങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം. 1, 50-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. ബ്രദർ ഒന്ന് എടുക്കാമെങ്കിൽ വേഗം ഒന്ന് വായിച്ചാൽ ഉപകാരമാണ്. 50-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കും. അവൻ ഭൂമിയെ വിളിക്കുന്നു. കേൾക്കണം, ഈ വിളിയുടെ അനന്തമായ 1-ാമത്തെ സവിശേഷതയുടെ ഒരു വാക്യമാണ് ഇവിടെ കേട്ടത്. 50-ാം സങ്കീർത്തനം 1-ാം വാക്യം. 2, യെശയ്യാവിൻ്റെ പ്രവചനം 45-ാം അധ്യായം 22-ാമത്തെ വാക്യം.
യെശയ്യാവ് 45:22 വാക്യം. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എന്നിലേക്ക് തിരിഞ്ഞ് സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിപ്പിൻ. 3 വാക്യം എല്ലാവർക്കും മനഃപ്പാഠമാണ്. മത്തായി 11:28 വാക്യം അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേര്. നമുക്ക് ചേർന്ന് പറഞ്ഞാലോ? മത്തായി 11:28 അറിയില്ലയോ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ള എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇവിടെ വായിച്ചു കേട്ട ഈ 3 വാക്യങ്ങളും ഒത്തുവെച്ചു ഒന്ന് നോക്കാം. ഈ 3 വാക്യങ്ങൾ, ഒന്ന് 50-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെയുള്ള ആളുകളെ അവൻ വിളിക്കുന്നു. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ. 2-ാമത്തെ ആ വാക്യം യെശയ്യാ 45:22, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ. 3-ാമത്തെ വാക്യം മത്തായി 11:28, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഉള്ളവരെ എല്ലാവരെയും. അപ്പോൾ ഈ 3 വാക്യങ്ങളും ചേർക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹീതമായ ഒരു ആശയം, ഇതൊരു സാർവത്രികമായ വിളിയാണ്. ഇത് ഏതെങ്കിലും ഒരു പ്രാദേശികമായ ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം കുത്തകയായ ഒരു വിളിയല്ലെന്ന്. ഇത് സാർവത്രികമായ വിളി. എന്തുകൊണ്ടെന്നാൽ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ, ദിക്ക് മുതൽ മറു ദിക്ക് വരെ, ചക്രവാളം തൊട്ട് ചക്രവാളം വരെ അതിർവരമ്പുകളൊന്നുമില്ല, ദേശകാല വ്യത്യാസങ്ങളൊന്നുമില്ലാതെ സൂര്യൻ്റെ ഉദയം മുതൽ ആ വാക്കിൻ്റെ ആഴം നോക്കുക. ഇത് എല്ലാവർക്കും ഉള്ളതായ വിളിയാണ്. സുവിശേഷത്തിൽ കൂടെ ദൈവം സകലമാന മനുഷ്യരെയും വിളിക്കുകയാണ്. ഇവിടെ യാതൊരു വിഭജനത്തിൻ്റെ അതിരും വെച്ച് ദൈവം ആളുകളെ മാറ്റി നിർത്തിയിട്ടില്ല, എല്ലാവർക്കും ഉള്ളതാണ്. 2-ാമത്തെ വാക്യത്തിലും അതല്ലയോ പറയുന്നത്, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിപ്പിൻ. സകല ഭൂസീമാവാസികളുമായുള്ളവരെ. ഇത്ര സാർവത്രികമായ ഒരു സന്ദേശം ലോകത്തിൽ ഇതല്ലാതെ വേറെ ഏതാണുള്ളത്? ചിന്തിക്കുന്നവരായ ആളുകളാണല്ലോ ഈ ശബ്ദം കേൾക്കുന്നത്. മിക്കവാറും എല്ലാ സന്ദേശങ്ങളുടെയും പിമ്പിൽ ചില അതിർവരമ്പുകൾ, മുള്ളുവേലികൾ മനുഷ്യൻ കെട്ടിപ്പടുത്തിട്ടുണ്ട്. ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ, ലിംഗത്തിൻ്റെ പേരിൽ, ധനത്തിൻ്റെ പേരിൽ, അങ്ങനെ വിവിധങ്ങളായ ചിന്തകൾ വളർത്തിയെടുത്ത് മനുഷ്യനെ അകറ്റി നിർത്തുന്ന ഒരു വ്യവസ്ഥ നമ്മൾ മറ്റെല്ലാ മണ്ഡലങ്ങളിലും കാണുന്നുണ്ട്. എന്നാൽ ക്രിസ്തു മാർഗത്തിലൂടെ, ഈ ആത്മീയ സന്ദേശത്തിലൂടെ ഞങ്ങളൊരു കാര്യം തുറന്നു പറയുന്നു, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ഉച്ച നീച വർഗ വർണ്ണ പണ്ഡിത പാമര പാശ്ചാത്യ പൗരസ്ത്യ വ്യത്യാസമില്ലാതെ സകലമാന ആളുകൾക്കും ഉള്ളതാണ്. ഇത് അമേരിക്കക്കാർക്കും ആഫ്രിക്കക്കാർക്കും ചൈനക്കാർക്കും പാകിസ്ഥാനികൾക്കും അല്ല, നമ്മുടെ ഇന്ത്യക്കാർക്കും. ഭൂമിയിൽ ഇരുകാലിയിൽ നടക്കുന്ന മനുഷ്യരെവിടെയുണ്ടോ അവിടെയുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു പൊതുവായ സന്ദേശമാണ് ഈ സന്ദേശം. ഇത് കേൾക്കരുതെന്ന് ആരെയും ഞങ്ങൾ അകറ്റി നിർത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ശബ്ദ സംവിധാനമൊക്കെ ഇങ്ങനെ ചെയ്ത് ഈ നാട്ടിലുള്ള ആളുകൾ പരമാവധി കേൾക്കണമെന്ന് വിചാരിച്ചിട്ട് ഇത് എല്ലാവരോടുമായിട്ട് പറയുന്നത്. ഈ ശബ്ദം പരിസരങ്ങളിലിരുന്ന് ആരെങ്കിലും കേൾക്കുമ്പോൾ ഇത് ഏതോ പെന്തക്കോസ്തുകാരുടെ ഒരു ഗ്രൂപ്പ് ഇവിടെ വന്ന് നടത്തുന്ന അവരുടെ ഒരു യോഗമാണ് എന്നെങ്ങാനും പറഞ്ഞ് ഈ സന്ദേശത്തെ തെറ്റിദ്ധരിക്കരുത് എന്ന് ഓർപ്പിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു സഭാ വിഭാഗത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ മാത്രമുള്ള ഒരു സന്ദേശമല്ല. ആനപ്പാറ പ്രദേശത്ത് ആരൊക്കെ ആളുകളായിട്ടുണ്ടോ, അരിയാഹാരം കഴിച്ച് ജീവിക്കുന്നവരായിട്ടുണ്ടോ, അവർക്കൊക്കെയായിട്ടുള്ള മുഴുവനുമായിട്ടുള്ള സന്ദേശമാണ്. ഇത് സാർവത്രികമായ സന്ദേശമാണെന്ന്. ഇതുപോലെ വേറെ ഏതൊരു സന്ദേശം ലോകത്തിന് അവകാശപ്പെടുവാനുണ്ട്? അത് കഴിഞ്ഞിട്ട് ഈ വായിച്ച വാക്യങ്ങൾ മൊത്തം ചേർത്ത് വെത്ത് വായിച്ചാൽ നിറഭേദമില്ല, ഭാഷാഭേദമില്ല, മതഭേദമില്ല, ലിംഗഭേദമില്ല, ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കുമായിട്ടുള്ളതാണ്. 60 വയസ്സിന് മുകളിലുള്ളവർക്കും ഇത് ബാധകമാണ്, 60 വയസ്സിന് താഴെയുള്ളവർക്കും ബാധകമാണ്, യുവാവിനും യുവതിക്കും ബാലനും വൃദ്ധനും എല്ലാവർക്കുമായിട്ടുള്ള പൊതുവായ സന്ദേശമാണ്. അതാണ് സകല ഭൂസീമാവാസികളുമായുള്ളവരെ എന്ന് പറയുന്നത്. 3-ാമത്തെ വാക്യത്തിൽ എന്താ വായിച്ചത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ. ഭാരം ചുമക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ആർക്കാണ് ഇവിടെ ഭാരമില്ലാത്തത്?
ഞാൻ നിങ്ങളെയൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, മിക്കവാറും എല്ലാം ഭാരം വഹിച്ചായിരിക്കുന്നു, ഒരു പ്രത്യേക ഭാവത്തിലായിരിക്കുന്നു. ഭാരമൊന്നും വേണ്ട, ടെൻഷനൊന്നും വേണ്ട, ഒന്ന് അയഞ്ഞൊന്ന് ഫ്രീ ആയിട്ടിരുന്നത് കേൾക്കുക. ഇത് ഭാരം മാറ്റുന്ന സന്ദേശമാണ്. എന്തെങ്കിലും ഭാരത്തോടും വിഷമത്തോടും കൂടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നതെങ്കിൽ മടങ്ങിപ്പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം എല്ലാ സങ്കടങ്ങളും നീക്കി, ഭാരങ്ങൾ നീക്കി, ഒന്ന് വിടുവിക്കുന്നവനായി, ഒന്ന് സ്വതന്ത്രനായിട്ട്, ഒന്ന് എൻജോയ് ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ വന്നത് നന്നായി, ദൈവം തമ്പുരാൻ എന്നോട് ഇടപെടുന്നു, എന്നെ സഹായിച്ചു എന്ന് പറയുവാൻ ഇടയാകട്ടെ. ഇത് ഭാരം മാറ്റുന്ന സന്ദേശമാണ്. എല്ലാവർക്കും ഭാരമുണ്ട്. LKG UKG വിഭാഗത്തിന് പുസ്തക ഭാരം, 10ാം ക്ലാസ്സുകാരന് പരീക്ഷാ ഭാരം, ഡിഗ്രിക്കാരന് ജോലി ഭാരം, വീട്ടുകാരന് വീട്ടുഭാരം, വീട്ടുകാരിക്ക് അടുക്കള ഭാരം, ഭരണകൂടത്തിന് ഭരണഭാരം, കടക്കാരന് കടഭാരം, പാപിക്ക് പാപഭാരം, രോഗിക്ക് രോഗഭാരം. ഭാരമില്ലാത്തതാരാണുള്ളത്? എല്ലാവർക്കും അവരവരുടേതായ നിലയിൽ ഭാരമുണ്ടെന്ന് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും. മറ്റൊരു വാക്യം ഇങ്ങനെയുണ്ടല്ലോ, നിന്റെ ഭാരം അതുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കേണ്ട, അതുകൊണ്ട് സ്വയമേ വെച്ചുകൊണ്ടിരിക്കേണ്ട, ഇറക്കി വെക്കാൻ ഒരു ചുമട് താങ്ങി നിന്റെ അടുത്തുണ്ട്. ഇന്ന് രാത്രികാലം ഈ പന്തലിൽ നിന്റെ ഭാരം വഹിക്കുന്നവനായി ഒരുവൻ ഇറങ്ങിയിട്ടുണ്ട്. അവൻ നമ്മുടെ മധ്യേ ഉണ്ട്. അവനിൽ ഭാരം വയ്ക്കുക. അവൻ നിന്നെ എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? പുലർത്തും, നാൾതോറും പുലർത്തും, അനുനിമിഷവും പുലർത്തും. ഇത് സാർവത്രികമായ ഒരു സന്ദേശം. ഉദയം മുതൽ അസ്തമയം വരെ സകല ഭൂസീമാവാസികൾക്കുമുള്ള, അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കുമുള്ള സാർവത്രികമായ ഒരൊറ്റ സന്ദേശമേ ഈ ഉലകത്തിലുള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ സുവിശേഷ സന്ദേശമാണെന്നുള്ളത് അസന്നിഗ്ധമായി ഇവിടെ പറഞ്ഞ് ഞാൻ തുടരുകയാണ്. അപ്പോൾ ഈ സന്ദേശത്തെ, ഈ വിളിയുടെ രണ്ടാമത്തെ സവിശേഷമായ സ്വഭാവം എന്ന് പറയുന്നതിന് ഇതുപോലൊരു 3 വാക്യം പറയാം. ഒന്ന്, എബ്രായ ലേഖനം 3-ന്റെ 1-ാമത്തെ വാക്യം നോക്കിക്കേ. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. എബ്രായർ 3-ന്റെ 1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് സ്തോത്രം മതി. സ്വർഗീയ വിളി, ഈ വിളിയുടെ രണ്ടാമത്തെ സ്വഭാവം. ഒന്ന്, സ്വർഗീയ വിളി. ചേർന്ന് അടുത്ത വാക്യം ഫിലിപ്പിയ ലേഖനം 3-ന്റെ 14-ാമത്തെ വാക്യം. ഫിലിപ്പിയർ 3-ന്റെ 14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും അതെ മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളി. വാക്യങ്ങൾ മറക്കാതെ ഓർത്തു വെച്ചോ. എബ്രായർ 3-ന്റെ 1 സ്വർഗീയ വിളി, 2 ഫിലിപ്പിയർ 3-ന്റെ 14 പരമവിളി, മറ്റൊന്ന് 2 തീമോഥെയോസ് 1-ന്റെ 9. അതും കൂടെ വായിച്ചാട്ടെ. 2 തീമോഥെയോസ് 1-ന്റെ 9-ാമത്തെ വാക്യം. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി. പ്രിയപ്പെട്ടവരെ, ഈ 3 വാക്യങ്ങളിലും പറയുന്ന ആ പ്രയോഗങ്ങൾ കണ്ടോ? എബ്രായ ലേഖനത്തിൽ ഇത് സ്വർഗീയ വിളി, ഫിലിപ്പിയ ലേഖനത്തിൽ പരമവിളി, തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഇത് വിശുദ്ധ വിളി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ 3 വാക്യങ്ങളിലെ ഈ 3 പ്രയോഗങ്ങളും ഒന്ന് ചേർത്ത് വെച്ചാൽ നമുക്ക് ഒരു ആശയം അതിൽ നിന്ന് എടുക്കാം. എന്തുവാണ്? ഇത് ആധ്യാത്മികമായ വിളിയാണ്, മറ്റത് സാർവത്രികമായ വിളി. ഇത് ആധ്യാത്മികമായ വിളി, ഈ ആത്മീകമായ വിളി, ഇത് ദൈവികമായ വിളി, ദൈവ സ്വഭാവമുള്ള വിളിയാണ്. ഇതിനകത്ത് ഭൗതികമായ ഒരു അംശം പോലുമില്ല. അതല്ലേ സ്വർഗീയമായ വിളി. ഇത് ഭൗതികമായ വിളിയല്ല, ഭൂമിയിൽ നിന്നുള്ള, ഭൂമിയിലേക്കുള്ള വിളിയല്ല, മനുഷ്യരുടെ വിളിയല്ല. ഇത് പരമന്റെ വിളിയാണ്, പരലോകത്തിൽ നിന്നുള്ള വിളിയാണ്. ഇത് അശുദ്ധമായ ഒരു വിളിയല്ല, അശുദ്ധിയിലേക്കുള്ള ഒരു വിളിയല്ല. ഇത് വിശുദ്ധ വിളിയാണ്, വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 3 വാക്യങ്ങളും കൂടെ ചേർത്ത് ഇങ്ങനെ പറയാം, ഇത് ആത്മീകമായ ഒരു വിളിയാണ്. ഇന്ന് രാത്രികാലം ഈ നാട്ടിൽ ഞങ്ങൾ അറിയിക്കുന്നത് ആത്മീകമായ ഒരു സന്ദേശം, ദൈവ സ്വഭാവമുള്ള ദൈവികമായ ഒരു വിളിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആത്മീയമായ വിളി ആയതുകൊണ്ട് ഈ യോഗത്തിന് നമുക്കൊരു പേര് വിളിക്കാം. ഈ യോഗത്തിന് ഇവിടെ ഗോസ്പൽ മീറ്റ് എന്നൊക്കെ പറഞ്ഞ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഇങ്ങനെ വിളിക്കാം, ഇത് ഒരു ആത്മീയ യോഗമാണ്. അല്ലയോ? ഇതൊരു ആത്മീയ യോഗമാണ്. ഇവിടെ നടന്ന പാട്ട് കണ്ടില്ലയോ? ഇവിടെ ഗാനമേള നടന്നില്ല, ഇവിടെ ഗാന ശുശ്രൂഷയാണ് നടന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഇവിടെ നടക്കുന്നത് കഥാപ്രസംഗമല്ല, ഇവിടെ നടക്കുന്നത് സുവിശേഷ പ്രസംഗമാണ്. ഇത് ആത്മീയ യോഗമെന്ന് ഞാൻ വിശേഷിപ്പിക്കുവാനുള്ള കാരണങ്ങൾ പറയുകയാണ്. അല്ല, ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ ഇരിപ്പും ആ ഭാവവും ഒക്കെ കണ്ടു നോക്കിക്കേ, എന്തൊരു അച്ചടക്കത്തോടു കൂടിയാണ് ഇരിക്കുന്ന സ്ത്രീ പുരുഷന്മാരൊക്കെ നോക്കി. സഹോദരിമാരെല്ലാം തലയിൽ മൂടുപടം ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് നോക്കിക്കോ. അപ്പോൾ
അത് ആ ഇരിപ്പിലറിയാം ഒരു ആത്മീയ നിലവാരം സൂക്ഷിച്ചുകൊണ്ടുള്ള ആ ഇരിപ്പ്. കയ്യിൽ വാളില്ല, വടിയില്ല, അടിയില്ല, ഇവിടെ മറ്റ് ബഹളങ്ങളൊന്നുമില്ല. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെയാണ് ഇവിടെ ആളുകൾ ഇരിക്കുന്നത്. ഇതുപോലെയൊന്നുമല്ല ആയിരക്കണക്കിന് ആളുകൾ കൂടിയിരുന്ന പന്തലുകളിൽ പ്രസംഗിച്ചിട്ടുള്ളത് കൊണ്ട് പറയാം. അങ്ങനെയുള്ള വലിയ വലിയ ജനസാന്ദ്രതയുള്ള യോഗങ്ങൾ ആത്മീയമായി നടക്കുമ്പോഴും നമ്മെ നിയന്ത്രിക്കുന്നതിന് കേരള പോലീസിൻ്റെ ആവശ്യം നമുക്കില്ല. പോലീസുകാർക്ക് തലവേദനയില്ല. നമ്മളൊരു സ്ഥലത്തൊരു യോഗം കൂടിയാൽ ആർക്കും ഒരു ശല്യമില്ല. അവരാ യോഗം നടത്തിയത് കൊണ്ടാണ് ഇവിടെ ഈ ബഹളമുണ്ടായത്, ഈ കുടുംബത്തിൻ്റെ സമാധാനം പോയത്, ആ നാട്ടുകാർ അക്രമ സ്വഭാവികളായി മാറിയത് എന്നെങ്ങാനും സുബോധമുള്ള ഒരാളെങ്കിലും പറയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കാര്യത്തിൽ 100% ഗ്യാരണ്ടിയോടും അഭിമാനത്തോടും കൂടി പറയുകയാണ്. ഇത് സമാധാനം ഉണ്ടാക്കുന്ന സന്ദേശമാണ്. ഇത് നാടിന് നന്മ ഉളവാക്കുന്ന സന്ദേശമാണ്. കുടുംബത്തിൽ കുടുംബ ഭദ്രതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്ന സന്ദേശമാണ്. ഈ സന്ദേശത്തിലൂടെ നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും നമ്മുടെ ഇളയ തലമുറയ്ക്കും വളർന്നു വരുന്ന അടുത്ത ജനറേഷനും ഇതുകൊണ്ട് നന്മയല്ലാതെ ഒരു തിന്മയും ഭവിക്കത്തില്ല. ഇത് ആത്മീയമായ യോഗമാണെന്ന്, ഇത് ആത്മീയ സ്വഭാവമുള്ള യോഗമാണെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഈ യോഗം മാക്സിമം, ഞാനിവിടെ ഇതിൻ്റെ ഭാരവാഹിയായ കർത്താവിൻ്റെ ദാസനോട് ചോദിച്ചു എപ്പോഴാണ് നിർത്തുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞു 9 മണിയോടുകൂടി നമ്മളിത് നിർത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ്. അപ്പോൾ അല്പം കൂടെ മുമ്പോട്ട് പോയാൽ നോക്കിക്കോ, 9:30 ഞാൻ പോകത്തില്ല, ഞാൻ പറഞ്ഞതാ. അതോടുകൂടെ എല്ലാം കഴിഞ്ഞ് ഈ ലൈറ്റും ഓഫ് ചെയ്ത് ഈ ശബ്ദവും ഓഫ് ചെയ്ത് ഇതെല്ലാം വെച്ച് കെട്ടി നമ്മളങ്ങ് കടന്നു പോകുകയാണ്. അല്ലാതെ രാത്രി മൊത്തം ഇവരെ പാട്ട് കേൾപ്പിച്ച് പടക്കം പൊട്ടിച്ച് നൃത്തം ചെയ്ത് അട്ടഹസിച്ച് കുടിച്ചും മത്ത് പിടിച്ച് ചാഞ്ചാടി മനുഷ്യൻ്റെ ഉറക്കം നമ്മൾ നശിപ്പിക്കത്തില്ല. ആ ഹാർട്ട് രോഗികൾക്ക് ഒരു ദോഷവും ഞങ്ങൾ വരുത്തത്തില്ല. ഇവിടെ ആർക്കും ഒരു ശല്യം ഉണ്ടാകത്തില്ല. ഇവന്മാരെ കൊണ്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞങ്ങളെ കൊണ്ട് ആരും പരാതി പറയുവാൻ ഇടവരാത്ത വിധത്തിൽ ഞങ്ങൾ വളരെ അച്ചടക്കത്തോടുകൂടെ ആളുകൾ ഉറങ്ങുന്നതിന് മുമ്പേ ഇതെല്ലാം വെച്ച് കെട്ടി ഞങ്ങൾ ഉറങ്ങാൻ പോകുകയാണ്. പറഞ്ഞു വന്നത്, ഈ സന്ദേശം ഒരു ആധ്യാത്മിക സന്ദേശമാണ്, ദൈവ സ്വഭാവമുള്ള ഒരു സന്ദേശമാണ്, സമാധാനത്തിൻ്റെ സന്ദേശമാണ്. അതുകൊണ്ട് ഇവിടെ ആർക്കും ശല്യമില്ല. ഇങ്ങനെ ഒരു യോഗം നടക്കുന്നത് കൊണ്ട് ഇവിടെ തലങ്ങും വിലങ്ങും പോകുന്ന വാഹനത്തെ പിടിച്ച് ചെറുത്ത് നിർത്തി ഇവിടെ ഈ ടാഗൊക്കെ ധരിച്ച് നിൽക്കുന്ന ഈ സഹോദരങ്ങളെ വാഹനത്തെ ചെറുത്തു നിർത്തി പിരിവെടുക്കുന്നില്ല, നോട്ടീസ് കൊടുത്തിട്ട് കാശ് വാങ്ങുന്നില്ല, ആരുടെയും വീടുകളിൽ കയറി കാശ് പോലും ചോദിക്കുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ ചിലർ വിചാരിക്കുന്നത് ഞങ്ങളുടെ കാശ് വേണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടുന്നല്ലോ. എവിടെ നിന്ന് കിട്ടുന്നു? അങ്ങ് അമേരിക്കക്കാരൻ തരുന്നില്ലയോ എന്നാണ്. ഞാൻ സ്നേഹത്തോടൊരു കാര്യം പറയാം. ഈ പന്തലും ഈ ലൈറ്റും ഈ വെളിച്ചവും ഈ കാണുന്ന ചായയും പഴംപൊരിയും ഒക്കെ ഇതിൻ്റെ പുറകിലുള്ള അധ്വാനം ഈ കൂടി വരുന്ന ആളുകളുടെ വിയർപ്പിൻ്റെ വിലയാണ്. മനസ്സിലാക്കണേ, യോഗത്തിൻ്റെ മുമ്പിൽ അമേരിക്കൻ പെർഫ്യൂമിൻ്റെ മണമില്ല, അറേബ്യൻ അക്തറിൻ്റെ മണമില്ല, പാവപ്പെട്ട വിശ്വാസികളുടെ വിയർപ്പിൻ്റെ ഗന്ധമുണ്ട്. അല്ലാതെ ആരോടും ഒരു കാശും വാങ്ങി നടത്തുന്ന അറിയാമല്ലോ, കഴിഞ്ഞ 2 രാത്രികളിലും കാണിക്ക എടുത്തില്ല, ഇന്നും എടുത്തില്ല. അതുകൊണ്ട് ഉറപ്പോടെ ധൈര്യത്തോടെ നാളെ എടുക്കില്ല, കാണിക്ക എടുക്കുകയില്ല. അങ്ങനെ ആരോടും ഒരു നയാ കാശ് പോലും ചോദിച്ചു വാങ്ങാതെ തികച്ചും സൗജന്യമായി അധ്വാനത്തിൻ്റെ ഒരു അംശം മാറ്റിവെച്ച് നാട്ടുകാരോട് ഈ സുവിശേഷം ഏറ്റെടുത്തവരുടെ ഉത്തരവാദിത്വം ഇതാ വെളിപ്പെടുത്തുകയാണ്. ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. ഒരു അക്ഷരം പോലും ഇതിനകത്ത് വ്യാജമായിട്ടില്ല. ഈ കുത്തും കോമയും വള്ളിയും പുള്ളിയും ഒക്കെ ഉള്ളതാണെന്ന് അതിൻ്റെ അർത്ഥത്തിലാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ സന്ദേശത്തിൻ്റെ സ്വഭാവം മനസ്സിലായോ? ഒന്ന്, ഈ സന്ദേശം സാർവത്രികമായ സന്ദേശമാണ്. ഈ വിളി 2, ഈ വിളി ഇത് ആധ്യാത്മികമായ വിളിയാണ്, ദൈവ സ്വഭാവമുള്ള ഒരു വിളിയാണ്, ഇത് ദൈവികമായ വിളിയാണ്. ഞാൻ സന്ദേശത്തിൻ്റെ 2ാം ഭാഗത്തേക്ക് വരികയാണ്. ഈ സന്ദേശത്തെ ബോധപൂർവം അവഗണിക്കുന്ന ചില ആളുകളെ തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അത് കേൾക്കുന്നതിലൂടെ നിങ്ങളിൽ ഒരു
ഒരാൾ പോലും ഈ സന്ദേശം അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഇടവരാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ 62 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കൊന്ന് വായിച്ച് തന്നെ അതങ്ങ് കേൾക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ 62 വരെ. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതികൾക്ക് കൂടും ഉണ്ട്, മനുഷ്യപുത്രനോ തലചായ്ക്കുവാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. പാലസ്തീന്റെ വീതികളിൽ നെടുകയും കുറുകയും സഞ്ചരിച്ചുകൊണ്ട് വ്യക്തികളെ, കുടുംബങ്ങളെ, സമൂഹത്തെ കർത്താവ് ആഹ്വാനം ചെയ്യുക. എന്നെ അനുഗമിക്കുക, എൻ്റെ പിന്നാലെ വരിക, എന്നെ കേൾക്കൂ എന്ന് പറഞ്ഞ് ആളുകളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിളിച്ചുകൊണ്ട് തൻ്റെ ശുശ്രൂഷ വിജയകരമായി തുടരുന്ന വേളയിൽ ആ വിളി അവഗണിച്ച 3 ആളുകളെ ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അതിലെ ഒന്നാമത്തെ ആളിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ ഇങ്ങോട്ട് വന്ന്, അതായത് കർത്താവിനെ വിളിച്ചില്ല കേട്ടോ, കർത്താവ് അവനോട് ഒന്നും പറഞ്ഞില്ല, എന്നെ അനുഗമിക്കുക എന്നൊന്നും ആ മനുഷ്യനോട് പറഞ്ഞില്ല. പക്ഷെ അവൻ ഇങ്ങോട്ട് വന്ന് പറയുക, അല്ലയോ യേശുവേ, ഞാൻ നിന്നെ അനുഗമിക്കാം. ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരിരിപ്പുണ്ട്. അവർക്ക് മനസ്സിലാകും ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഈ വേലയുടെ മുഖത്ത് പുറത്തിറങ്ങി തെരുവുകളിലും വീടുകളിലും ഒക്കെയായിട്ട് ആളുകളെ കാണാൻ നേരത്തെ ഒരാൾ ഇങ്ങോട്ട് വന്ന് പറയുകയാണ്, പാസ്റ്ററെ, ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പള്ളിയിൽ ചേരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെയും കൂടെ ഒന്ന് അങ്ങോട്ട് കൂട്ടിക്കോണേ, ഞാനും വരാം എന്ന് പറഞ്ഞാൽ, പ്രിൻസ് ബ്രദറെ, എങ്ങനെ ഇരിക്കും നമുക്ക്? ചൂട് സമയത്ത് ഒരു നാരങ്ങ വെള്ളം കുടിച്ചതിൻ്റെ സുഖമുണ്ടാകും അത് കേൾക്കുമ്പോൾ. എന്നാ കാര്യമെന്നറിയാമോ? അല്ലെ, നമ്മളെ ഓടി നടന്ന് പുറകെ നടന്ന ഒരുത്തനും തിരിഞ്ഞു നോക്കത്തില്ല, ഇത് കേൾക്കത്തില്ല, അവഗണിക്കുക. അങ്ങനെ ഇരിക്കുക ഒരാൾ ഇങ്ങോട്ട് വന്ന് പറയുക, ഞാൻ നിങ്ങളെ അനുഗമിക്കാൻ തയ്യാറാണ്, നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആളിനെ മുക്തകണ്ഠ അഭിനന്ദിക്കും, ഇരുകരം നീട്ടി സ്വീകരിക്കുമാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ യേശു കർത്താവ് അങ്ങനെ ഒരാൾ വന്നപ്പോൾ അവനെ സ്വീകരിച്ചില്ല എന്നതാണ്. സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, തന്നെ അനുഗമിക്കാതിരിപ്പാൻ അവനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുക. അവൻ ഇങ്ങോട്ട് വന്ന് പറയുക, ഞാൻ അങ്ങ് പോയാലും ഞാൻ അനുഗമിക്കാമെന്ന് പറഞ്ഞപ്പോൾ യേശു പറയുക, മോനെ, കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രൻ അഥവാ എനിക്ക് തല ചായ്പാൻ, അവൻ ചോദിച്ചോ എനിക്ക് തല ചായ്ക്കാൻ സ്ഥലം വേണമെന്ന്? ഇല്ലല്ലോ. പിന്നെ എന്താ കർത്താവ് നീ അങ്ങനെ പറഞ്ഞേ? ഇവിടെ ഒരു കാര്യം, ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. എന്നാണെന്നറിയാമോ? അവൻ ആരോടാ ചോദിക്കുന്നത്? ആരോടാ വന്ന് പറയുന്നത്? യേശു കർത്താവിനോടാ. അവൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്താണെന്ന് അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അനന്തജ്ഞാനത്തിൻ്റെ ഉടയവനാണ്. ഉയരത്തിൽ നിന്ന് ആഴത്തിലുള്ളത് അറിയുന്നവനാണ്. ആരംഭത്തിൽ അവസാനം അറിയുന്നവനാണ്. എൻ്റെ അന്തർഭാഗത്തിൻ്റെ വിചാരങ്ങളെല്ലാം അതിൻ്റെ ആഴത്തിൽ അറിയുന്നവനാണ് കർത്താവ്. ഇവൻ്റെ ഉള്ളിലുള്ള മനസ്സെന്താണെന്നറിയാമോ? ഈ യേശുവിൻ്റെ പിന്നാലെ പോയാൽ എന്ത് കിട്ടും? തലചായ്ക്കാൻ ഒരു ഇടം കിട്ടും. ഈ യേശുവിൻ്റെ പിന്നാലെ പോയാൽ എന്തെങ്കിലും കിട്ടും എന്നതാണ് അവൻ്റെ മനസ്സിരിപ്പ്. അത് അറിഞ്ഞിട്ടാണ് കർത്താവ് കാലേ കൂട്ടി അവനോട് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത്, ഇല്ല, എൻ്റെ പുറകെ വന്നാൽ നിനക്കൊന്നും കിട്ടത്തില്ല. ഇന്നും ഒരുപാട് പേര് ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പാസ്റ്ററെ, നിങ്ങളുടെ കൂടെ വന്നാൽ, നിങ്ങളുടെ പള്ളിയിൽ ചേർന്നാൽ, ഞാനും സ്നാനപ്പെടാം, നിങ്ങളുടെ കൂടെ വരാം, എനിക്ക് എന്ത് കിട്ടും? എനിക്കെന്നാ നിങ്ങൾ തരും? പലരുടെയും വിചാരം അതാ, ഞങ്ങളുടെ കുട്ടിക്ക് എന്താ പറയുക, അഡ്മിഷൻ കിട്ടുമോ? നിങ്ങൾക്ക് എത്ര ശതമാനം, ബ്രദറുകാർക്ക് എത്ര ശതമാനം സംവരണമുണ്ട്, എത്ര ജോലി സംവരണമുണ്ട്, എത്ര സാധ്യതകളുണ്ട്, വല്ലതും കിട്ടുമോ? ഇങ്ങനെ ഉള്ള വിചാരത്തിൽ ആരെങ്കിലും ഇന്ന് രാത്രികാലം ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നാളെ വരാതെ ഒന്നും ഇരിക്കരുത്, ഉള്ള കാര്യം അങ്ങ് തുറന്നു പറയുക. അതല്ലയോ വേണ്ടത്? അല്ലയോ സഹോദരി? അങ്ങനെയല്ലയോ പറയേണ്ടത്? അത് തുറന്നങ്ങ് പറയാം. എന്ത് കിട്ടുമെന്ന് കേട്ടോ. എന്ത് കിട്ടും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. വേണമെങ്കിൽ കൈക്കൊണ്ടോ,
ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെടും, അതാണ് ഉറപ്പ്. എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്നവരോട് പറയട്ടെ, ഒന്നും കിട്ടത്തില്ലെന്ന് മാത്രമല്ല, കിട്ടുന്നത് പോലും പോകും. ഇത് സ്വീകരിച്ചിട്ട് അടുത്ത് പഞ്ചായത്ത് ഓഫീസിൽ പോകുമ്പോൾ അറിയാം, അടുത്ത് വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ അറിയാം, അടുത്ത ഓരോ കാര്യങ്ങളുമായിട്ട് പോകുമ്പോൾ അറിയാം, വെറുതെയാണ് ഇവരുടെ കൂടെ പോയത്. ഇതുവരെ ഉണ്ടായിരുന്നത് കൂടെ പോകും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞത് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഭൗതികമായിട്ട് എന്തേലും കിട്ടുമെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. ആ സംഭവം അവിടെ അങ്ങ് നിൽക്കട്ടെ. ഈ മനുഷ്യൻ അങ്ങനെ ചോദിക്കുന്നവനോട് കർത്താവ് പറഞ്ഞ ഉത്തരം വളരെ വിചിത്രമായൊരു ഉത്തരമാണ്. ഇന്ന് ഞാൻ പറയാം, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒന്നും കിട്ടത്തില്ല, ഉള്ളതും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവൻ പള്ളിയിൽ പോകുന്നവനാണ്, അവൻ അത് കൊടുത്തുകൂടാ. അവൻ പള്ളിയിൽ പോകുന്നവനാണ്, അവന് ആനുകൂല്യം കൊടുത്തുകൂടാ, അവന് സംവരണം കൊടുത്തുകൂടാ എന്ന് പറഞ്ഞു ഒതുക്കപ്പെട്ട് പുറന്തള്ളപ്പെട്ട ഒരു വിഭാഗമാണ് ഇവിടെയുള്ള സത്യ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. എന്നാൽ സ്നേഹത്തോടെ ധൈര്യത്തിന് വേണ്ടി പറയാം, ലോകം കൈവിട്ടാലും ഗവൺമെന്റ് ഉപേക്ഷിച്ചാലും സംവരണം തന്നില്ലെങ്കിലും ഈ അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവപൈതലിന് അവനെ പുലർത്തും. അനുഭവിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. ഗവൺമെൻറ് തരുന്നതിനേക്കാൾ ഐശ്വര്യമായി, അത്ഭുതകരമായി തരാൻ പുലർത്തുവാൻ കഴിയും. ഞാനൊരു സംഭവം പറയാം. യേശു കർത്താവിൻ്റെ അടുക്കൽ ഭൗതിക നന്മകൾ കിട്ടുമെന്ന് വിചാരിച്ച് വരുന്നവർക്കൊരു പാഠത്തിന് വേണ്ടി പറയുക. ഒരിക്കൽ 5 അപ്പവും 2 മീനും കൊണ്ട് എത്ര പേരെ ആഘോഷിപ്പിച്ച്? 5000 പേരെ. എന്നിട്ട് മീതി എത്ര കൊട്ട എടുത്തു? 12 കൊട്ട. ആ 12 കൊട്ട അപ്പം എന്ത് ചെയ്തു എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ 12 കൊട്ട മീതി എടുത്തു എന്നത് ഉറപ്പാണ്. ഇനി ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തെ അവലംബമാക്കി ചില സംഭവങ്ങൾ പറയാം. എഴുതിയിട്ടില്ല, പക്ഷേ എൻ്റെ ഒരു കണക്ക് കൂട്ടൽ ആ ആശയങ്ങളൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്, വായിക്കുന്നവർക്ക് മനസ്സിലാകും. അപ്പോസ്തലന്മാർ എത്രയാ? 12. മീതി എത്രയാ വന്നേ? 12 കൊട്ട. അപ്പോൾ ഇവർ 12 അപ്പോസ്തലന്മാരും വഴക്കില്ലാതെ, നമുക്കറിയാമല്ലോ ഈ മീതി വരുന്നത് ഷെയർ ചെയ്യാൻ നമ്മൾ മിടുക്കന്മാരാണ്. ഒത്തുകൂട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിലും കൂടിയ ശേഷം ഇത് വലിയ സാമർഥ്യമാണ് നമുക്ക്. അപ്പോൾ 12 കൊട്ടയും 12 അപ്പോസ്തലന്മാരും എന്ത് ചെയ്തു? ഓരോ കൊട്ട വീതം വീട്ടിലേക്ക് കൊണ്ടുപോയി. പത്രോസ് ഒരു കൊട്ട കൊണ്ടുപോയി, അന്ത്രയോസ് 1 കൊണ്ടുപോയി, യോഹന്നാൻ 1 കൊട്ട കൊണ്ടുപോയി. ഇനി കൊണ്ടുപോയിട്ടേ ഇവർ തിന്നാ തീരും, 1 കൊട്ട അപ്പമാണേ. അപ്പോൾ ഇവരെന്നാ ചെയ്തെന്നറിയാമോ? എന്ത് ചെയ്തെന്ന് വെച്ചാൽ, മിക്കവാറും നമ്മൾ ചെയ്യാറുള്ളത് പോലെ അടുത്ത വീടുകളിലൊക്കെ കൊടുത്തു. ഓരോ കിറ്റ് അപ്പം അടുത്ത വീടുകളിലൊക്കെ കൊടുത്തു. പത്രോസും കൊണ്ടു കൊടുത്തു. അപ്പോൾ അടുത്ത ആൾക്കാരൊക്കെ വാങ്ങി ഈ മീനും അപ്പം ഇവിടുന്ന അത് ഇന്നലെ യേശു കർത്താവ് യോഗത്തിൻ്റെ ഒടുവിൽ വിളമ്പിയ അപ്പമാണ്. ഒരുപാട് മീതി വന്നു, അതിൽ കുറച്ച് ഞാനും കൊണ്ടുവന്നു, അതിൻ്റെ ഒരു അംശമാണ്. ആളുകളെല്ലാം വാങ്ങി തിന്നു, ഇഷ്ടംപോലെ തിന്നു, നല്ല ടേസ്റ്റാണ്. തിന്നിട്ട് അവർ ചോദിച്ചു, നാളെ എവിടെയാണ് യോഗം? നാളെ അത് നോട്ടീസ് അടിച്ചിട്ടില്ല, മിക്കവാറും അവിടെ ആകാനാണ് സാധ്യത. വലിയ പരസ്യമായി 12 കൊട്ട അപ്പമാണേ നാട്ടിൽ വിതറിയേ. ഓർത്തോണം, എല്ലാ ആളുകളും അറിഞ്ഞു, നല്ല ടേസ്റ്റാ, നാളെ യോഗസ്ഥലം മിക്കവാറും അവിടെ ആകും. ആ അധ്യായം തന്നെ തുടർന്ന് വായിച്ചോ. അടുത്ത ദിവസം അങ്ങോട്ടുണ്ടല്ലോ, കരമാർഗമായും കടൽ മാർഗമായും ജനം ഇടിച്ചു കയറാൻ തുടങ്ങിയെന്ന്. യേശു കർത്താവ് പ്രസംഗം തുടങ്ങിയില്ല, ഇതുപോലെയൊന്നല്ല, ജനമങ്ങ് തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം 1000 തിങ്ങിക്കൂടി. കർത്താവിൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇതെന്തോന്നാ ഇത്രയും ജനം, ഇതെവിടെന്നാ ഇത്രയും കൂടി? ഇതുവരെ കർത്താവ് ഇത്രയും കൂട്ടം കണ്ടിട്ടില്ല, അത്രയും ആളുകൾ വന്നുകൂടി. അപ്പോൾ കർത്താവ് പറഞ്ഞു, പിടികിട്ടി. ഈ വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ വന്നത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇന്ന് അപ്പം വിളമ്പുന്ന പരിപാടിയില്ല. ഇന്ന് നമ്മുടെ ഭാഷ, ഇന്ന് കോട്ടേജ് മീറ്റിംഗ് അല്ല, ഇന്ന് ഭവനയോഗമല്ല, ഇന്ന് അപ്പമൊന്നും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസിനും കൂട്ടർക്കും ആകെ സങ്കടമായി. ഈ വന്ന ആളുകൾ എന്ത് ചെയ്തെന്നറിയാമോ? എന്നിട്ട് കർത്താവ് വേറൊരു വാക്കും കൂടെ പറഞ്ഞു, ഞാനാകുന്നു ജീവന്റെ അപ്പം, എന്നെ തിന്നേണമെന്ന് പറഞ്ഞു. ആളുകളോർത്ത് ഇതെന്തോന്ന് അപ്പമാണ്? ഒരു 6 അടി പൊക്കമുള്ള കൈയും കാലുമൊക്കെ ഉള്ള ഈ തടിയൻ അപ്പം എങ്ങനെയാ ഞങ്ങൾ തിന്നുന്നത്? ഇതെന്തോന്ന് അപ്പമാണിത്? അപ്പോൾ ഈ വാക്ക് കേട്ടിട്ട് അപ്പം തിന്മാൻ വന്ന ആളുകളെല്ലാം വന്ന വണ്ടിയുടെ ടോപ്പ് കീറിയിട്ട് വേഗം വീട്ടിൽ വിട്ടു. ഒരെണ്ണം അവിടെ നിന്ന് അവിടെ വായിക്കുന്നുണ്ട്, താഴെ വരുമ്പോൾ എല്ലാവരും അവനെ വിട്ടു പോയി.
അപ്പോൾ പത്രോസിന് സങ്കടം തോന്നി. പത്രോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, കർത്താവേ, നീ എന്തോ പണിയായി കാണിച്ചേ? ഞങ്ങളെന്ത് കഷ്ടപ്പെട്ട് നമ്മുടെ ശൈലി പറഞ്ഞ നോട്ടീസ് അടിച്ച്, പോസ്റ്റർ ഒട്ടിച്ച്, ഫ്ലക്സ് വെച്ച്, പരസ്യം നടത്തി, ഇതിനെ കൂട്ടുവരുത്താൻ ഞങ്ങൾ പെട്ട പാട്. എന്നിട്ട് ഒറ്റ പ്രസംഗം കൊണ്ട് എല്ലാത്തിനെയും ഓട്ടിച്ചില്ലേ നീ? ഇനി ഒരെണ്ണം വരുമോ ഇങ്ങോട്ട്? എന്നാ പണിയായി ചെയ്തേ? അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനോ നിങ്ങളിൽ ഒരാളോ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞേനെ? സോറി പത്രോസേ, എനിക്കങ്ങനെ പറ്റിപ്പോയി, ആവേശത്തിൽ ഞാനങ്ങ് പറഞ്ഞുപോയി, ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, നീ പറയുന്നത് പോലെ പ്രസംഗിച്ചോളാം, വിഷയം നീ തരുന്നു, ഞാൻ പ്രസംഗിക്കുന്നു, പോരെ എന്നെങ്ങാനും ഒരു അനുരഞ്ജനത്തിന് ശ്രമിച്ചേനെ. എന്നാൽ എൻ്റെ കർത്താവ് പത്രോസിനോട്, കുണ്ഠിതനായി നിന്ന പത്രോസിനോട് പറഞ്ഞത് എന്നാന്നറിയാമോ? പത്രോസേ, എല്ലാവരും പോയോ? അന്ന് ആ കണക്കിന് നിങ്ങളേലും പോകരുത് എന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പൊയ്ക്കോളാം, നിങ്ങൾ നിൽക്കണമെന്നില്ല, പോയവരുടെ പുറകെ നിങ്ങൾക്കും പോകാം. അപ്പോൾ പത്രോസ് എന്നാ പറഞ്ഞു? അപ്പോൾ പത്രോസ് പറഞ്ഞ പദം സ്വർണം കൊണ്ട് എഴുതേണ്ടതാ, സ്വർണം കൊണ്ട്. അവിടെ എഴുതി വച്ചിരിക്കുന്നു, കർത്താവേ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? എന്താ കാര്യം? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടല്ലോ, ഇത് വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? അപ്പം എവിടെ പോയാലും കിട്ടും, വസ്ത്രം എവിടെ പോയാലും കിട്ടും, വിദ്യാഭ്യാസം എവിടെ പോയാലും കിട്ടും, ജോലി എവിടെ പോയാലും കിട്ടും, മരുന്ന് എവിടെ പോയാലും കിട്ടും, പക്ഷേ നിത്യജീവൻ നിന്റെ പക്കൽ മാത്രം. ഞാൻ ഈ നാട്ടുകാരോട് പറയാം, യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് ഭൗതിക കാര്യങ്ങളല്ല. അത് എവിടെയും കിട്ടും, എല്ലാ വിഭാഗത്തിലും കിട്ടും. അത് ധാരാളമായ ആളുകൾ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ പുറകെ ആളുകൾ ഒഴുകുന്നുണ്ട്. പൊക്കോ, ഒരു വിരോധവുമില്ല. ഇവിടെ നിൽക്കുന്നവർക്ക് ദൈവം നൽകുന്ന വാഗ്ദാനം നിത്യജീവൻ, ആത്മരക്ഷ. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനേ, നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അതുകൊണ്ടാണ് പത്രോസും കൂട്ടരും അവിടെ നിന്നത്. താഴെ പത്രോസ് ദൃഢപ്രതിജ്ഞ ചെയ്തു അവിടെ പിന്നെ നിൽക്കുക. ഈ പത്രോസിനെയാണ് നമ്മൾ കാണുന്നത്, ഈ അപ്പോസ്തലന്മാരെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നിൽക്കുന്നവർ ഇതിനു വേണ്ടി നിൽക്കണം, ആത്മരക്ഷയ്ക്ക് വേണ്ടി. ഇത് വേറെ എങ്ങും കിട്ടത്തില്ല. അപ്പോൾ ആ പുള്ളി അങ്ങ് പോയി. രണ്ടാമത്തെ ആൾ, നമ്മൾ വിഷയത്തിലേക്ക് വരാം. ലൂക്കോസ് 9 നമ്മൾ വായിച്ച രണ്ടാമത്തെ ആൾ വേറൊരുത്തനോട്, 59 വാക്യം, ലൂക്കോസ് 9:59, വേറൊരുത്തനോട് കർത്താവ് പറയുന്നത്, എന്നെ അനുഗമിക്കുക. അവൻ എന്നാ പറഞ്ഞു? അവൻ പറഞ്ഞു എൻ്റെ അപ്പനെ കുഴിച്ചിട്ടിട്ട്, അതെന്തോ ഒരു വാക്കാ. അവൻ പറയാം, എൻ്റെ അപ്പൻ്റെ അടക്ക ശുശ്രൂഷ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ യേശുവിനെ അനുഗമിച്ചാൽ അപ്പൻ്റെ അടക്കത്തിന് പോലും വിടത്തില്ലെന്നാണോ ഈ പറയുന്നത്? ആ ഭാഗം വായിച്ചാൽ നമുക്ക് തോന്നും ഇവൻ്റെ അപ്പം മരിച്ചു കിടക്കുക, അപ്പോൾ ഇവൻ്റെ അപ്പനെ അടക്കാൻ ശവപ്പെട്ടി വാങ്ങാൻ വേണ്ടി അപ്പുറത്തെ കവലയിൽ വന്നപ്പോൾ അവിടെ യേശു ഇവനെ കാണുന്നു, ഇവർ തമ്മിൽ കണ്ടുമുട്ടി സംസാരിക്കുന്നു എന്ന് തോന്നിപ്പോകും. അതൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല. അതിൻ്റെ ശരിയായ ആശയം ഇത്രയേ ഉള്ളൂ, അപ്പം മരിച്ചിട്ടൊന്നുമില്ല. ഇനി അപ്പം ഒരു നാൾ മരിക്കും. അപ്പം മരിച്ച ശേഷം അപ്പൻ്റെ കാര്യങ്ങളും കടമകളെല്ലാം മകനെന്ന നിലയിൽ ഞാൻ എല്ലാം ചെയ്ത് തീർത്ത ശേഷം ഞാനങ്ങ് വരാം. പോരാ, അങ്ങനെ വന്നാൽ പോരാ. ആ ലോൺ അടഞ്ഞിട്ട്, എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട്, ആ വീട് പണി ഒന്ന് കഴിഞ്ഞിട്ട്, മകന് ജോലി കിട്ടിയ ശേഷം, അങ്ങനെ ഒരുപാട് ധാരണകൾ നമുക്കുണ്ട്. എല്ലാം കഴിയട്ടെ, എല്ലാം തീർത്തിട്ട് ഞാൻ വരാം. പോരാ, അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രികാലം ഈ നിമിഷം മുതൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ ദൈവം സഹായിക്കട്ടെ. ബാധ്യതകൾ ഓരോന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൻ്റെയും അമ്മയുടെയും കടമകളും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളും ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ടത് നമ്മുടെ കടമകളാണ്. അത് ചെയ്യാം. ബൈബിൾ തുടങ്ങുന്നത് എന്തുവാണ്? ആദിയിൽ ദൈവം.
മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും. മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? ദൈവിക കാര്യം കഴിഞ്ഞിട്ട് മതി നമ്മുടെ കാര്യങ്ങൾ എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. രക്ഷിക്കപ്പെടുന്നതിനെ മാത്രം മാറ്റിവെക്കരുത്. താങ്കളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇത് 10 വയസ്സോ 15ഓ 20ഓ 30ഓ 40ഓ 50ഓ 60ഓ അതിൽ കൂടുതലോ വയസ്സൊക്കെ ആയിരിക്കുന്ന ഒരു പരുവമാണ്. ഇതുവരെ താങ്കൾ യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു അനുഭവത്തിൽ എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ ഇനി ഒട്ടും വൈകരുതെന്നാണ് ഇവനിലൂടെ നമുക്ക് ലഭിക്കുന്ന സത്യം. ഇനി നാളുകൾ നീണ്ടു പോകരുതേ. അടുത്ത് മൂന്നാമത്തവൻ എന്തു പറഞ്ഞു? മൂന്നാമത്തെ ആളിനോട് പറഞ്ഞപ്പോൾ മറ്റൊരുത്തൻ കർത്താവെ നിന്നെ അനുഗമിക്കാം, പക്ഷെ ആദ്യം പോയി ഞാൻ വീട്ടുകാരോട് അനുവാദം ചോദിക്കട്ടെ. ഞാൻ എല്ലാവരെയും വിളിച്ച്, അവൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, കുടുംബയോഗം വിളിച്ചു കൂട്ടി ഈ പ്രബന്ധം ഞാൻ അവതരിപ്പിച്ചിട്ട് എല്ലാവരും എന്ത് പറയുന്നു എന്ന അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഞാൻ അനുഗമിക്കാം. നീ മൂക്കിൽ പഞ്ഞു വയ്ക്കും വരെ വീട്ടുകാർ നിനക്ക് സമ്മതം തന്നു പോകാമെന്ന് വിചാരിക്കണ്ട. മനസ്സിലായോ? നീ സിനിമയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കും. ഞാൻ സിനിമയിൽ കയറാൻ പോവുക, ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോവുക, ഒരുപക്ഷെ ആളുകൾ കൈയടിച്ച് വിട്ടെന്ന് വരാം, ഉറപ്പാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന ഒരു പരിപാടിക്ക് പോവുകയാണ്, ഞാൻ ഗൾഫിൽ പോവുകയാണ്, ഞാൻ ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി വ്യാപാരം ചെയ്യാൻ പോവുകയാണ്, ആളുകൾ പറഞ്ഞു വിട്ടേക്കാം. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ കൂട്ടത്തോട് ചേരാൻ പോവുക എന്ന് പറഞ്ഞ ആളുകൾ നിനക്കെന്നെ വട്ടാണോടാ? നീ എന്നൊന്നായി പറയുന്നേ? വേറെ ഒരു കാര്യവും കിട്ടിയില്ലയോ? ഇതെന്തോ ഒരു അബദ്ധമാണ്. ഞാൻ പറയുന്നത് സത്യമാണ്. ഒരു മനുഷ്യനും ഇതിന് പ്രോത്സാഹനം തന്ന് അയക്കുമെന്ന് കരുതണ്ട. വീട്ടിലുള്ളവരോട് അനുവാദം ചോദിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞത്? കലപ്പയ്ക്ക് കൈവച്ചിട്ട്. ഇന്ന് കലപ്പയ്ക്ക് കൈവച്ച് 5 പേര് ഇവിടെ ഉണ്ടെന്ന് കേട്ടു. ഞാൻ പറയട്ടെ, തിരിഞ്ഞു നോക്കരുത്. അങ്ങനെ തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവൻ, ചേർന്ന് പറ, കൊള്ളാകുന്നവൻ അല്ല. അപ്പോൾ ഈ 3 പേരും പോയി. കഷ്ടം. ഈ 3 എണ്ണവും പോയി. ഈ 3 എണ്ണത്തിൽ ഒരുത്തം പോലും വന്നില്ല. ഒരുത്തം ആദ്യമേ ഓടി വരാൻ നിന്നതാ, അവൻ്റെ വഴിക്ക് പോയി. എല്ലാവരും പോയി. അപ്പോൾ കർത്താവിന് നഷ്ടമായോ? നോക്ക്, അടുത്ത അധ്യായത്തിൻ്റെ 1-ാം വാക്യം, 10-ന്റെ 1 വായിച്ചേ. അനന്തരം എന്ന് പറഞ്ഞാൽ ഈ 3 പേരും അവർ പോയ ശേഷം, അതിനുശേഷം, അതാണ് അനന്തരം. അനന്തരം കർത്താവ് വേറെ 70 പേരെ തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, 3 പേര് പോയാൽ 30 അല്ല 60 അല്ല 70 പേരെ അവൻ തിരഞ്ഞെടുത്തു. ഇതിനോട് ചേർത്തൊരു വാക്യം വായിച്ചാട്ടെ. റോമാലേഖനം 3-ന്റെ 3-ാമത്തെ വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഇതിനോട് ചേർത്ത് പഠിക്കേണ്ട ഒരു വാക്യമാണ്. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ വിശ്വസിക്കാത്തവരായ ആളുകളുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ചോദ്യം, ഉത്തരം എന്നതാ? ഒരു നാളുമില്ല. ദൈവത്തിന്റെ അല്ലയോ പ്രിയ സുഹൃത്തെ, നിങ്ങൾ ഈ നാട്ടിൽ ഏറ്റവും വലിയ ഒരു പൗരപ്രമാണിയായിരിക്കാം. കാര്യങ്ങൾ ജനറൽ നോളേജിൽ നിങ്ങൾ മുമ്പനായിരിക്കാം. നിങ്ങളെപ്പോലെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുന്ന ഒരു ബുദ്ധിമാൻ വേറെ ഇല്ലായിരിക്കാം. ഇങ്ങനെയുള്ള സവിശേഷതകളുള്ള നിങ്ങളുടെ മുമ്പിൽ ഈ പറയുന്ന സന്ദേശം ഒരു പൊട്ടത്തരമായിട്ടോ വിഡ്ഢിത്വമായിട്ടോ തോന്നി നിങ്ങളിത് അവിശ്വസിച്ച് നിങ്ങളിത് തള്ളുമ്പോൾ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ അവിശ്വാസ നിമിത്തം നിങ്ങളിത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു നാളും ഭംഗം വരുത്തില്ല. നിത്യജീവന് വേണ്ടി നിയമിച്ചിരിക്കുന്ന 1000 10,000 ഇവനെ അംഗീകരിക്കും. ചിലർ ഉപേക്ഷിക്കുമ്പോൾ, ചില കുടുംബങ്ങൾ ഇതിനെതിരെ കൊട്ടി വാതിൽ അടച്ചുപൂട്ടുമ്പോൾ, ചില ഗ്രാമങ്ങൾ ഇതിനെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ, ചില രാജ്യങ്ങൾ ഇതിനെതിരെ ശബ്ദം ഉയർത്തുമ്പോൾ, നിയമം പാസ്സാക്കുമ്പോൾ, ഒരു കാര്യം ഓർത്തു, മറ്റനേക ഗ്രാമങ്ങളിൽ മറ്റനേക രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നിടുകയാണ്. ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക. ഇതാണ് സുവിശേഷത്തിൻ്റെ യഥാർത്ഥമായ സത്യമെന്ന് പറയുന്നത്. 3 പേര് കൈക്കൊണ്ടില്ല, 70 പേര് കൈക്കൊള്ളുവാൻ തയ്യാറായി. ഇതാണ് ക്രിസ്തീയ സാക്ഷ്യം, ചരിത്രമെന്ന് പറയുന്നത്. ആട്ടെ, അടുത്തൊരു 3 പേരിലേക്ക് വരാം. ഇത്രയും വിശദീകരിക്കാൻ പറ്റത്തില്ല. അല്ലേലും എനിക്കറിയാം, പ്രസംഗം തുടങ്ങിയായി വാച്ചിനൊരു കുഴപ്പമുണ്ട്. ഇപ്പോൾ 8:30 മണിയായി. ഞാൻ വിചാരിച്ചു ഇപ്പോൾ 8 കഴിഞ്ഞതേ ഉള്ളെന്നാ. ആട്ടെ, ഏതായാലും നമുക്ക് പറ്റുന്നിടത്തോളം നോക്കാം. ലൂക്കോസ് 14-ാം അധ്യായം, ലൂക്കോസ് 14.
അതിൻ്റെ 15 മുതലുള്ള വാക്യം നോക്ക്. ലൂക്കോസ് 14:15 മുതൽ. അവിടെ ഒരു 3 കൂട്ടം ആളുകൾ. അതിൻ്റെ 15 മുതൽ 22 വരെയൊക്കെ വായിക്കണം. പക്ഷേ ഞാൻ അതിൻ്റെ ഭാഗം പറയാം. എല്ലാവരും എടുത്ത് നോക്കിയത് കൊണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിക്കാകും. എന്നതാണെന്നറിയാം, ഇവിടെ ഒരു രാജാവ്, ഒരു വലിയൊരു ധനവാൻ ഒരു വലിയ വിരുന്ന് അത്താഴം ഉണ്ടാക്കി. അത്താഴത്തിന് വേണ്ടി എല്ലാ ആളുകളെയും കാർഡയച്ച് വിളിച്ചു വരുത്തുകയാണ്, അറിയിച്ചു. ആദ്യത്തെ അറിയിപ്പ് കൊടുത്തു. എന്നിട്ട് അത്താഴമൊക്കെ ഒരുക്കിയ ശേഷം ദാസന്മാരെ പറഞ്ഞയച്ച് വീണ്ടും വിളിക്കുക. എല്ലാം റെഡിയാ, എല്ലാം റെഡി, എവർ റെഡി, ഇനി വന്നാൽ മതി, കഴിച്ചാൽ മതി, ഒന്നും കൂടെ അറിയിച്ചു. അപ്പോൾ 3 പേര് ഈ വിളി കേട്ടിട്ട് അവഗണിക്കുന്നു. അവഗണിക്കുകയല്ല, അവരൊരു കാര്യം പറഞ്ഞു. 18-ാം വാക്യം. എല്ലാവരും ഒരുപോലെ എന്തു പറഞ്ഞു? എന്നാ പറഞ്ഞു? ഒഴികഴിവ് പറഞ്ഞു, മുടന്ത ന്യായം പറഞ്ഞു. എന്നാ ന്യായം എന്നറിയാമോ? ഒരുത്തൻ പറഞ്ഞു, ഞാൻ ഒരു നിലം മേടിച്ചിരിക്കുക. നിലം, പുരയിടം മേടിച്ചു. നിലം വാങ്ങാൻ പോകുന്നെന്നാണോ? പിന്നെ വാങ്ങി, ഡോക്യുമെൻ്റൊക്കെ കഴിഞ്ഞു, പ്രമാണമായി, ഇവൻ്റെ പേർക്ക് പതിച്ചു കഴിഞ്ഞു. എന്നിട്ട് പറയുക എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന്. ഈ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾ അവൻ്റെ കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്നാ മനസ്സിലായി? ഇനി എന്താ തടസ്സം? ഇത് നിലം, ഇവൻ പറയാണ് ഞാൻ നിലം വാങ്ങാൻ പോവുകയാണ്, അതിൻ്റെ കാശ് സ്വരൂപിക്കണം, അവരെ കാണണം, ഇവരെ കാണണം, ഒരുപാട്. ഓക്കെ, സമ്മതിക്കാം. അതല്ല, ഞാൻ മേടിച്ചു കഴിഞ്ഞു, നിലം മേടിച്ചു, ഇനി എന്നാ തടസ്സം? അതാണ് ഒഴികഴിവെന്ന് പറയുന്നത്. രണ്ടാമത്തവൻ എന്നാ പറഞ്ഞു? രണ്ടാമത്തവൻ 19-ാം വാക്യം. മറ്റൊരുത്തൻ ഞാൻ 5 ജോഡി കാളയെ മേടിച്ചു. അതിനെന്നാ കുഴപ്പം? മേടിച്ചു കൊണ്ടുവന്ന് തൊഴുത്തിൽ കെട്ടുകയും ചെയ്തു. ആട് പശുവെയൊക്കെ വാങ്ങിച്ചെന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ കെട്ടിക്കഴിഞ്ഞു, ഇനി എന്നാ തടസ്സം? ചന്തയിൽ പോകാൻ പോകുന്നല്ല. അതിനേക്കാളും രസം മറ്റേയാൾ എന്നാ പറഞ്ഞു? 3-ാമത്തവൻ കല്യാണം കഴിഞ്ഞു. അതല്ലേ നല്ലത്, കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഇനി അടുത്തൊരു കല്യാണത്തിന് 2 പേരും കൂടെ ഒന്ന് പോയിക്കൂടായോ? അതല്ലയോ ഒരു സുഖം. അവൻ പറയും ഞാൻ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഇനി ആരും കല്യാണത്തിന് പോകത്തില്ലയോ? അപ്പൊ ഈ 3 ന്യായവും വെറും മുടന്തൻ ന്യായം. എങ്ങനെയുണ്ട്? ഇത് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന കേസാണ്. ഞങ്ങളെ വീടുകൾ തോറും പോയി ഈ സന്ദേശം പറയുന്നവർ, അല്ലാതെ ഈ വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നവർ മാത്രമല്ല. അപ്പോൾ ഓരോരുത്തർ പറയുന്ന ഓരോ ന്യായങ്ങളാണ് പറയും. ഈ ചിലർ ഒരിക്കലും വരത്തില്ലെന്ന് പറയുകയില്ല, ഒരിക്കലും അങ്ങനെ പറയത്തില്ല. അവർ നല്ല ആളുകൾ. അവർ പറയും ഞങ്ങൾ വരും. എപ്പോഴാണ് പാസ്റ്ററെ തുടങ്ങുന്നത്? 6:30. അപ്പോൾ ഇവർ പറയുന്നത് കേട്ടാൽ ഇവർ 5 മണിക്ക് ഇവിടെ വരുമെന്ന് തോന്നിപ്പോകും. പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്? നോക്കിക്കേ, ഈ യോഗത്തിന് എന്തോ ഒരു വിളിയാ അല്ലേ? എങ്ങനെയൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്? നോട്ടീസ് കൊടുത്ത് വിളിച്ചു, ഫ്ലക്സ് വെച്ചു, പിന്നെ പല പബ്ലിസിറ്റി ചെയ്യുന്നു, പിന്നെ എന്തൊക്കെ ഇപ്പോൾ ഓൺലൈൻ പരസ്യങ്ങൾ ഒക്കെ കൊടുത്തിട്ടാണ് ഇത്രയും വന്നേ. കല്യാണം വിളിക്കുന്നതോ ഇവിടെ നാട്ടിലെ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും ആർക്കും ഒരു ബന്ധപ്പാടില്ല. പണ്ട് കാറിൻ്റടിച്ച് വീട് തോറും കയറി ഇറങ്ങി അത് ഭർത്താവും പോകണം, പിന്നെ ഭാര്യയും പോകണം, പിന്നെ അകത്ത് കയറി നിന്ന് വിളിക്കണം, അല്ലെങ്കിൽ ആരും വരത്തില്ല. ഇപ്പോഴോ കയറാൻ വന്ന്. ഇപ്പം എന്നാന്നറിയാമോ? പ്രസ്സിൽ ഒരൊറ്റ കാർഡ് പ്രിൻ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇടാനേ പറയുന്നത്. എങ്ങോട്ടിടാനാ? ഇട്ടിട്ട് ഒരു 10 ഗ്രൂപ്പിലോട്ട് അങ്ങ് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഒരുത്തൻ്റെയും വീട്ടിൽ പോകണ്ട. 10 മണിക്കാണ് ടൈമെങ്കിൽ 9:30 അവിടെ എത്തിക്കഴിഞ്ഞ ആൾ. ഒരുത്തരും വരത്തില്ല, വീടുകളിലൊന്നും വരിയില്ല. മനസ്സിലായോ? എന്നാൽ കല്യാണത്തിന് അങ്ങനെ വിളിച്ചാൽ മതി. ഈ യോഗത്തിനോ സുവിശേഷ യോഗത്തിനോ എന്തോ ഒരു ബദ്ധപ്പാടാ, എന്തോ ഒരു കഷ്ടപ്പാടാ. എന്നാലും വരുന്നില്ലല്ലോ. വിളിച്ചപ്പോൾ ഓരോ തടസ്സങ്ങളാ. ഇനി വേറെ ഒരുത്തനെ വിളിച്ചപ്പോൾ എന്നാ സംഭവിച്ചത്? വേറെ ഭാഗത്തേക്ക് പറയാം. യെശയ്യാവിൻ്റെ പ്രവചനം ഇതേ ആശയത്തോട് ചേർത്ത് ചിന്തിക്കേണ്ടതാണ്. അതിൻ്റെ 22-ാം അധ്യായം 12 മുതൽ നോക്ക്. 22:12 മുതൽ. അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും അഥവാ അനുതാപത്തിനും രട്ടുടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആളുകൾ എന്തു പറയുന്നു? ആനന്ദവും. അപ്പൊ വിളിച്ചപ്പോൾ അവര് പറയും ഞങ്ങളെ മൊട്ടയടിക്കാനൊന്നും കിട്ടത്തില്ല, ഞങ്ങളെ കരയാനൊന്നും കിട്ടത്തില്ല, ഞങ്ങൾക്ക് അങ്ങനെ പശ്ചാത്താപത്തിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അവർക്ക് എന്നാ വേണ്ടത്? അവരെന്താ പറയുന്നത്? ഞങ്ങൾക്ക് ആനന്ദവും പിന്നെ സന്തോഷവും കാള അറുക്കുക. അതെന്തായാലും നന്നായി. പശു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴഞ്ഞു പോയേനെ. എന്താ അർത്ഥം?
കാള. അടുത്ത് ആടറുക്കുക, കാള ഇറക്കുക, പിന്നെ ആടറുക്കുക, പിന്നെ ഇറച്ചി തിന്നുക. പിന്നെ ഒന്നില്ല, രണ്ടേ ഉള്ളൂ. എന്തൊക്കെ ഉണ്ട് ഇപ്പോൾ? ബീഫുണ്ട്. നിങ്ങളില്ലേ, വായിച്ചില്ലേ? മട്ടനുണ്ട്, ചിക്കൻ ഇല്ല. അതുകൂടെ വേണമായിരുന്നല്ലേ നമുക്കിത് മൂന്നും വേണം, പ്ലസ് ഫിഷും കൂടെ വേണം. അപ്പൊ കാള ഇറക്കുക, ആടിറക്കുക, ഇറച്ചി തിന്നുക, അടുത്ത് വീഞ്ഞു കുടിക്കുക. അതില്ലേലും പിന്നെ പറ്റത്തില്ലല്ലോ. ഇത്രയും ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയല്ലോ ഇത്. അപ്പൊ അത് കുടിക്കുക, മദ്യം കുടിക്കുക, പിന്നെ നാം തിന്നുക, കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെ ആയിരുന്നു. അങ്ങനെയുണ്ട്. ഇന്നത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുക. ഇറച്ചി തിന്നുക, കുടിക്കുക, കൂത്താടുക, പാർട്ടി കൂടുക. മനസ്സിലായോ? ഇതല്ലാതെ ഞങ്ങളെ ഒന്നിനും കിട്ടത്തില്ല, ഞങ്ങൾ വരത്തില്ല. പക്ഷേ ഈ മൂന്നാളുകളും ഓരോ ഒഴികഴിവ് പറഞ്ഞെന്നാണ്. ഒഴികഴിവ്, മുടന്തൻ ന്യായങ്ങൾ പറയരുത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദാസന്മാർ വേദപുസ്തകവുമായി നിങ്ങളുടെ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ എനിക്ക് സമയമില്ല, എനിക്കിത് ഇഷ്ടമല്ല, തർക്കവും വാദവും എന്ന് വേണ്ട നിഷേധവും പിന്നെ അതാട്ടെ ഇതാട്ടെ എന്നും പറഞ്ഞ് നടക്കല്ലേ. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഇടവകയിലെ സഭാ ശുശ്രൂഷകൻ ആ ഇടവകയിൽപ്പെട്ട ഒരുത്തൻ ബോധിച്ചതുപോലെ ക്രമം കെട്ട് നടക്കുന്നത് കണ്ടപ്പോൾ അവനോടെന്നും പറയുമെന്ന, മോനെ ഇങ്ങനെ നടക്കല്ലേ, നീ പള്ളിയിൽ വരണം, നീ ഒന്ന് നേരെയായി ജീവിക്കണം എന്ന് പറയുമ്പോൾ അവൻ പറയും, ഞാനൊന്ന് നേരെ ആയിട്ട് തന്നെ വരുന്നുള്ളൂ, ഞാൻ നേരെ ആയിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് അവൻ വരുന്നില്ല. അങ്ങനെ വിട്ടു ഇദ്ദേഹം. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം അത് സംഭവിക്കുകയും ചെയ്തു. ഇവൻ അങ്ങ് മരിച്ചു. ഇവൻ മരിച്ചപ്പോൾ ഇവൻ്റെ ബോഡി പള്ളിത്തറയിൽ അടക്കുന്നതിന് കൊണ്ടുവന്ന് പള്ളിയുടെ മുറ്റത്ത് വെച്ചപ്പോഴേ, ആ സെമിത്തേരിയുടെ അടുക്കൽ വെച്ചപ്പോൾ ഈ ശുശ്രൂഷകൻ ഇവൻ്റെ പുറകെ നടന്നല്ലോ കുറേ നാൾ. അദ്ദേഹം അനുസ്മരണം പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോലും, ഞാൻ ഒരുപാട് നാൾ ഇവൻ്റെ പുറകെ നടന്ന് പറഞ്ഞതാ, നീ വരണം, നീ ഒന്ന് നേരെയാകണം. അപ്പോഴേക്കും പറയും, അച്ചോ ഞാനൊന്ന് നേരെയായിട്ട് വരാമെന്ന് പറയും. എൻ്റെ സഹോദരങ്ങൾ, ഇവൻ ഇത്രയും നേരെയായിട്ട് വരുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞെന്നാണ്. ഇത്രയും നേരെ നീ നേരെയായിട്ട് വരാൻ നിൽക്കരുത്. നീ ഇരിക്കുന്ന അവസ്ഥയിലിങ്ങ് പോര്, ദൈവം നേരെയാക്കും. നീ ഒരു മദ്യപാനിയാണെങ്കിൽ ആ പരുവത്തിനിങ്ങ് വാ. നീ ഒരു ദുശ്ശീല സ്വഭാവമുള്ളവനാണെങ്കിൽ ആ പരുവത്തിലിങ്ങ് പോര്. നീ സ്വയം നിന്നെ നന്നാക്കാൻ നോക്കിയാൽ നടക്കുകയില്ല. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന അത്ഭുത ശക്തിയുടെ ഉറവിടമാണ് കർത്താവ്. അവൻ നിന്നെ രൂപാന്തരപ്പെടുത്തും. വിളിച്ചപ്പോൾ ഒരു കൂട്ടരങ്ങ് അവഗണിക്കുക, വിളിയോടുള്ള അവഗണന. ഞാൻ ഈ സന്ദേശത്തിൻ്റെ 3-ാം ഭാഗത്തേക്ക് വരിക. ഇനി എന്തിനാണ് അവൻ വിളിക്കുന്നത്? ഇത് ഈ സന്ദേശത്തിൻ്റെ ഏറ്റവും ഉച്ചഘട്ടമായ ആത്യന്തികമായ ലക്ഷ്യം. ഈ യോഗം എന്തിനാണ്? ഈ സുവിശേഷം എന്തിനാണ്? ഈ തൊണ്ടകീറിയുള്ള ഈ വിളിച്ചു പറച്ചിൽ എന്തിനാണ്? നോക്കാം. എന്തിനാണ് അവൻ വിളിക്കുന്നത്? 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചു. സ്തോത്രം. ദൈവം മനുഷ്യനെ വിളിക്കുന്നത് രക്ഷയ്ക്കായി. വേറെ ഒരു ഉദ്ദേശവുമില്ല. ഞങ്ങളുടെ ഹൃദയം ഈ നാട്ടുകാർക്ക് കാണാൻ കഴിയുമായിരുന്നെങ്കിൽ, ഇവിടെ ഓടി നടക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളം നിങ്ങൾക്കൊന്ന് ശസ്ത്രക്രിയ ചെയ്ത് നോക്കാൻ ആ ഒരു മാനസികാവസ്ഥയിൽ പറയാം പറ്റുമായിരുന്നെങ്കിൽ, അവിടെ നിങ്ങൾക്ക് കാണാം അവിടെ ഉള്ളിൽ വിങ്ങുന്ന ആത്മഭാരം. ഒരാളെങ്കിലും രക്ഷിക്കപ്പെട്ടെങ്കിൽ ഈ 4 ദിവസത്തെ അധ്വാനത്തിൻ്റെയും ഈ കാന ശുശ്രൂഷയുടെയും ഈ പ്രാർത്ഥനയുടെയും വേർപ്പൊലിക്കലിൻ്റെയും ഈ ഉറക്കിളപ്പിൻ്റെയും ഈ നടക്കുന്ന ശുശ്രൂഷയുടെയും പിമ്പിൽ ഈ സംഘാടകരായ സഹോദരങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: ആളുകൾ രക്ഷിക്കപ്പെടണം. ആളുകൾ ശരീരത്തിൽ രക്ഷപ്പെടുന്ന കാര്യമല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ വളരെ തന്മയത്വത്തോടെ പറയട്ടെ, നേരത്തെ പറഞ്ഞതുപോലെ നിത്യജീവൻ, ആത്മരക്ഷ പ്രാപിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. കർത്താവ് എന്തിനാ വിളിച്ചത്? ആദ്യം മുതലേ ദൈവം വിളിച്ചു തുടങ്ങിയ ഈ സന്ദേശം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. രക്ഷ എന്താണ്? രക്ഷ വേദപുസ്തകം നമ്മൾ പരിശോധിച്ചാൽ അനേകം രക്ഷകളുണ്ട്. രക്ഷ എന്ന പദം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള രക്ഷയല്ല. ഇപ്പോൾ സാധാരണ പറയുന്ന ചില ദൃഷ്ടാന്തങ്ങളുണ്ട്, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. തിരക്കേറിയ ഒരു റോഡ്,
തലങ്ങും വിലങ്ങും സരവർഷം വാഹനം ഇങ്ങനെ ഓടുക. നിങ്ങൾ ആ റോഡിൻ്റെ വശത്ത് ബസ് കാത്തു നിൽക്കുക. നിങ്ങൾ നിൽക്കുന്ന റോഡിൻ്റെ നേരെ എതിർഭാഗത്ത് അവിടെ നിന്ന് നിങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വരാനായി ഒരു കൊച്ചു പെൺകുട്ടി, അവൾ റോഡ് കുറുകെ റോഡ് മുറിച്ച് കടക്കുകയാണ്. അവൾ വലത്തും ഇടത്തും ഒന്നും നോക്കിയില്ല. നിങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഒറ്റ ചാട്ടം. നിങ്ങൾ കാണുന്നുണ്ട് എതിർ ദിശയിൽ നിന്ന് ചീറിപ്പാഞ്ഞു വരുന്ന ഒരു വാഹനം. അവൾ അശ്രദ്ധയോടെ ചാടിയപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ രണ്ട് കണ്ണും അടച്ച് അത് കാണാൻ പറ്റാത്തത് കൊണ്ട് തലയ്ക്ക് കൈവച്ച് നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ ആ വാഹനത്തിൽ വന്നവൻ ഇത് ശ്രദ്ധിച്ചു. അവൻ ബോധപൂർവം വാഹനത്തെ നിയന്ത്രിച്ച് ബ്രേക്ക് ഇട്ടതുകൊണ്ട് വേറെ ആപത്തൊന്നും സംഭവിച്ചില്ല. കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ നോക്കി നിൽക്കുന്ന നിങ്ങൾ ഒരു വാക്ക് പറയും. എന്തു പറയും? രക്ഷപ്പെട്ടു. രക്ഷിക്കപ്പെട്ടെന്ന് പറയില്ല, രക്ഷപ്പെട്ടു. എന്തിൽ നിന്ന് രക്ഷപ്പെട്ടു? പിടികിട്ടിയോ? ഇതുപോലെയാണ് അത്യാസന്നമായിട്ട് ഒരാളിനെ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അത്യാഹിത വിഭാഗത്തിൽ ഏൽപ്പിച്ചു. വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ വളരെ നെഞ്ചിടിപ്പോടുകൂടെ പുറത്തു നിൽക്കുക. അകത്ത് ഡോക്ടർമാർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ആളുകൾ ഇദ്ദേഹത്തെ നോക്കുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അതിനകത്തു നിന്നൊരു ഡോക്ടർ പുറത്തേക്ക് വന്നു. അപ്പോൾ കുടുംബക്കാർ ചെന്ന് ഡോക്ടറോട് ചോദിക്കുക, ഡോക്ടറെ എങ്ങനെയുണ്ട്? അപ്പോൾ ഡോക്ടർ പറയുന്നു, അപകട നില തരണം ചെയ്തു. നിങ്ങളെന്ത് പറയും? രക്ഷപ്പെട്ടു. രക്ഷിക്കപ്പെട്ടൊന്നുമില്ല കേട്ടോ, രക്ഷപ്പെട്ടു. പിള്ളേരിയ്ക്കുകയല്ലേ, 10ാം ക്ലാസ്സേ പരീക്ഷ. ഇപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞിരിക്കുക. പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് വരാൻ നോക്കിയിരിക്കുക. റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇവർക്കറിയാം A+ പോയിട്ട് Z+ പോലും കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ കാണാം റിസൾട്ട് വന്നപ്പോൾ കുട്ടിക്ക് പോലും വിശ്വാസമില്ല. അവൾ എന്ത് ചെയ്തു? പാസ്സായി. അപ്പോൾ അവർ പറയും, എന്തോന്ന്? രക്ഷപ്പെട്ടു. അടുത്തിടെ ഒരു പയ്യൻ എന്നോട് പറഞ്ഞു, അങ്കിളെ എനിക്ക് എല്ലാ വിഷയത്തിനും പ്ലസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാ മോനെ? അതായത് ചില വിഷയത്തിന് A+, ചിലതിന് B+, ചിലതിന് C+, ചിലതിന് D+. അപ്പോൾ അവൻ പറയും, എനിക്ക് എല്ലാത്തിനും എന്തുണ്ട്? ഞാൻ പറയുന്നു, മിണ്ടുക്കൻ, നിനക്ക് അങ്ങനെ സന്തോഷമുണ്ടല്ലോ, ഏതായാലും ഒരു പ്ലസ് കിട്ടിയല്ലോ. പിടികിട്ടിയോ നിങ്ങൾക്ക്? പിന്നെ പിടികിട്ടാതെ. അപ്പോൾ ഇങ്ങനെയൊക്കെ രക്ഷപ്പെടുന്നവരുണ്ട്. രക്ഷപ്പെട്ടതാണത്, രക്ഷിക്കപ്പെടുകയല്ല. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞങ്ങൾ പറയുന്നത് രക്ഷപ്പെടുന്ന കാര്യമല്ല. ചിലർ പറയും, ആ കുടുംബം ഇപ്പോൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടിരിക്കാം, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നരകത്തിൽ പോകും. രക്ഷപ്പെട്ടാൽ സ്വർഗത്തിൽ പോകില്ല, രക്ഷിക്കപ്പെട്ടാലേ സ്വർഗത്തിൽ പോകും. അതെന്താണ് രക്ഷിക്കപ്പെടുക? പിടികിട്ടിയോ? വ്യക്തമായിട്ട് പറയാം. കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസ് എടുക്കുന്നത് പോലെ പറയാം. നിങ്ങളൊരു പാപിയാണെന്ന ആ ബോധം നിങ്ങളെ ഭരിക്കണം. പാപത്തിൻ്റെ ശിക്ഷ നരകമാണ് എന്ന് മനസ്സിലാക്കുക. ആ നരകശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതിന് എനിക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂസിൽ രക്തം ചൊരിഞ്ഞ് മരിച്ച ക്രിസ്തുവിലുള്ള ആ വിശ്വാസമാണ് ഞാനായിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് എന്നെ വിടുവിക്കുന്നതെന്ന് ഉള്ളിൻ്റെ ആഴത്തിൽ നിന്ന് വിശ്വസിക്കുമ്പോഴാണ്, ആ വിശ്വാസത്താലാണ് യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷപ്പെടുമെന്നല്ല, രക്ഷിക്കപ്പെടും. അത് ആർക്ക് പറയാൻ പറ്റും? എത്ര പേർക്ക് പറയാൻ പറ്റും? അതിനെ പറയാത്ത? അതെന്തുകൊണ്ട് പറയാൻ പറ്റത്തില്ല? ഒരുപാട് പേർക്ക് ഈ വിഷയത്തിലൊരു വ്യക്തതയില്ല. ചിലരോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ, ബ്രദറെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണ്, പിന്നെ ഞാൻ സ്നാനപ്പെട്ടിട്ട് 6 വർഷമായി പാസ്റ്ററെ. എടാ, ചോദിച്ചത് മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടതാണോ? എൻ്റെ അറിവുള്ള കാലം തൊട്ടേ ഞങ്ങൾ ഈ പള്ളിയിലാണ് പോകുന്നത്. ചോദ്യം എന്നതാ? എടോ, നീ രക്ഷിക്കപ്പെട്ടതാണോ? പള്ളി വരാനൊക്കെ ആഗ്രഹമുണ്ട് പാസ്റ്ററെ, പക്ഷേ സമ്മതിക്കണ്ടേ? ഈയുടെ ചോദ്യം പറ, മനസ്സിലാക്ക്. അരി എത്ര, പയർ 5 ഇതുപോലെയാ. ഇവിടെ ചോദ്യം പറ, മനസ്സിലാക്ക്. നീ രക്ഷിക്കപ്പെട്ടതാണോ? ഉത്തരവ് ഉണ്ടെങ്കിലും ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഈ റേഷൻ കാർഡ്, സർക്കാർ കാർഡ് കൊടുക്കുന്നില്ല, കാർഡ്, അതിനു വേണ്ടി ഫോറം ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സമയമുണ്ടായിരുന്നു. കൊടുത്തില്ലയോ? കൊടുത്തിട്ടില്ലയോ? കിട്ടി. എത്ര നിറത്തിൽ കിട്ടി? വെള്ള,
നീല, പിന്നെ മഞ്ഞ, ചുവപ്പ്, അല്ലയോ? ഞാൻ വെള്ളയാ, കണ്ടാലും മനസ്സിലായല്ലോ, വെള്ളയാ. അതുപോട്ടെ, അതിൻ്റെ ഭാഗത്തേക്കൊന്നും കിടക്കണ്ട. അപ്പോൾ ഫോറം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് കുറേ ചോദ്യങ്ങളുടെ വലത്ത് വശത്ത് 2 ഓപ്ഷനുണ്ട്. ഒന്ന് വൈ, മറ്റൊന്ന് എൻ. വൈ എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാനുള്ള ഒരു ടിക്ക, യെസ്. മറ്റൊന്ന് എൻ എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ നോ. അതാണ്. പിടികിട്ടിയോ? ഇപ്പോൾ ഫില്ല് ചെയ്ത കാര്യം ഒന്ന് ഓർത്തോ. അപ്പോൾ ഇനി ചോദ്യം എന്താ? നിങ്ങളുടെ വീട് വൈദ്യുതീകരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. വീട്ടിൽ കാറുണ്ടോ? കാറ്. വീട്ടിൽ ഗ്യാസ് കണക്ഷൻ ഉണ്ടോ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പോൾ ഫില്ല് ചെയ്തിരിക്കുമ്പോൾ വീട്ടുകാരൻ ഭാര്യയോട് ചോദിച്ചു, എടി നമ്മുടെ വീട്ടിൽ ഗ്യാസ് ഉണ്ടോ? അപ്പോൾ അടുക്കളയിൽ നിന്നൊരു ശബ്ദം, ഞാൻ നോക്കട്ടെ, ആലോചിച്ച് നോക്കട്ടെ, ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. ഉണ്ടായിരിക്കാം, ഉണ്ട്. അങ്ങനെ ഉള്ളതിന് മൂന്നാമതൊരു ടിക്ക് ചെയ്യാനുള്ള കോളം ഉണ്ടോ? ഇല്ല. അഭ്യൂഹങ്ങൾക്ക് വേണ്ടി സംശയങ്ങൾ ഫില്ല് ചെയ്യാൻ ഒരു കോളമില്ല. 2 കോളമേ ഉള്ളൂ. ഒന്നെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. പിടികിട്ടിയോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ എന്നാണ് എൻ്റെ ഓർമ്മ. എന്തിൻ്റെ ഓർമ്മ? ഞാൻ അന്ന് രക്ഷിക്കപ്പെട്ടെന്നാണ്. ആ യോഗത്തിൽ ഞാൻ ഒന്ന് കൈ പൊക്കിയതാ. എത്ര യോഗത്തിന് പൊക്കി? ഇനി പൊക്കാനില്ല, മൊത്തം പൊക്കി ഇരിക്കുക. ചിലരുടെ നേർച്ചയാ, 2026 10 യോഗത്തിന് ഞാൻ കൈ പൊക്കാൻ കർത്താവ് എന്നെ സഹായിക്കണേ എന്നും പറഞ്ഞ് വന്നിരിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഒരു പൊക്കിലല്ല രക്ഷ. പിടികിട്ടണം നിങ്ങൾക്ക്. യഥാർത്ഥമായ നിലയിൽ ഉണ്ടോ ഇല്ലയോ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ? ഉണ്ടെങ്കിൽ എങ്ങനെ അറിയാം? ഞാൻ പറയട്ടെ, ഈ ജീവൻ ഉള്ളിലുണ്ട്. വരുമ്പോൾ ആ ജീവനുള്ള കുഞ്ഞ് എന്ത് ചെയ്യും? കരയും. അതിൻ്റെ ശബ്ദം അറിയാം. എൻ്റെ ആത്മാവുള്ളവൻ എനിക്കുള്ളവനാണ്, ഇല്ലാത്തവൻ എനിക്കുള്ളവനല്ല. മനസ്സിലായോ? അപ്പോൾ ഈ രക്ഷ പ്രാപിപ്പാൻ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കിടയാകട്ടെ. രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞ് വേഗം നിർത്താൻ ഞാനിതാ പോകുക. എന്തിനാ ദൈവം വിളിച്ച? 1 കൊരിന്ത്യർ 7 അധ്യായം 15 വാക്യം. എന്തിനാണ് കർത്താവ് വിളിച്ചത്? വായിച്ചോട്ടെ. 1 കൊരിന്ത്യർ 7:15 വാക്യം നോക്കിക്കണ്ടേ. ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല, എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. എന്തിനാ ദൈവം വിളിച്ചേ? സമാധാനം. ഇന്ന് ലോകത്തിന് ഇല്ലാത്തത് ഒന്ന് ഇതാ. എന്തുവാ? സമാധാനമില്ല. ഒരു ജഡത്തിനും സമാധാനമില്ല. ഒരു സ്ഥലത്തും സമാധാനമില്ല. കുടുംബങ്ങളിലുണ്ടോ സമാധാനം? സഭകളിലുണ്ടോ സമാധാനം? എവിടെയും പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്ര കാണാം. രാഷ്ട്രീയത്തിലുണ്ടോ? മതമേഖലകളിലുണ്ടോ? ഞാൻ പറയുന്നത്, യഥാർത്ഥമായ സമാധാനം പ്രാപിപ്പാനല്ലോ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ സമാധാനം നമുക്ക് ലഭിക്കാനായി എന്ത് ചെയ്യണം? ഈ സമാധാനം എവിടെ നിന്ന് കിട്ടും? ഈ സമാധാനത്തിന് വേണ്ടിയാണ് മനുഷ്യർ നെട്ടോട്ട് ഓടുന്നത്. ഈ സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ് മനുഷ്യർ ഓരോന്ന് ചെയ്യുന്നത്. ചില ആളുകൾ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് മദ്യം കുടിക്കുന്നത്. ചില മദ്യപാനികളെ എനിക്കറിയാം. ഒരിക്കൽ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് 3 പെൺകുട്ടികളാണ്. പൊരനിറഞ്ഞു നിൽക്കുന്ന 3 പെൺകുട്ടികളെ കണ്ട ആ മനുഷ്യൻ പലപ്പോഴും കണ്ണ് കലങ്കി എന്നോട് പറയും. കണ്ണ് കലങ്ങുന്നത് എപ്പോഴെന്നറിയാമോ? 2 കുപ്പി കുടിക്കുമ്പോഴാണ്. എന്നിട്ട് പറയും, എനിക്ക് സഹിക്കാൻ മേല പാസ്റ്ററെ, എനിക്ക് പറ്റുന്നില്ല പാസ്റ്ററെ. എന്താ? എനിക്ക് ഈ മക്കളെ ഓർക്കുമ്പോൾ. മക്കളെ ഓർത്ത് കുടിച്ച് മൂക്കിൽ പിടിച്ച ഒരു കുപ്പി പിഴിഞ്ഞെടുക്കുക. അങ്ങനെ പരുവത്തിൽ നിന്നിട്ടാ പറയുന്നത് എനിക്ക് പറ്റുന്നില്ല. അല്ല, നിങ്ങൾക്കറിയില്ലേ, ചിലർ ഈ മദ്യം കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. കുടിച്ചിട്ടില്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ ഇത് ക്ലാസ്സിൽ ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് പാലിലും ചുണ്ടും കടിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി ഈ മനുഷ്യൻ എന്താ ഇത്രയും വലിയ കഷ്ടം സഹിക്കുന്നെന്ന് തോന്നിപ്പോ. എന്തിനാടാ നീ പണ്ടിലും ചുണ്ടും കടിക്കുന്നേ? സ്വന്തം കാശും കളഞ്ഞ് അപമാനവും ഏറ്റ് മുക്കൂട്ട് എണ്ണ കുടിക്കും പോലെ എന്തിനായി കുടിക്കുന്നേ? അത്രയും കഷ്ടപ്പെട്ട് കുടിക്കുക, എന്നിട്ട് വഴി നീളെ കിടക്കുക.
അതുകൊണ്ട് ആ പാമ്പെന്ന് പറയുന്ന അറിയില്ലേ, പാമ്പ് അതുപോലെ വളഞ്ഞും പൊളഞ്ഞും, അത് വേദപുസ്തകത്തിലുണ്ട്. ഒടുവിൽ അവൻ സർപ്പം പോലെ നിന്നെ എന്താ ആ കടി കിട്ടിയതിനെയൊക്കെയാ പാമ്പെന്ന് വിളിക്കുന്നത്. വഴിയിൽ കിടക്കുന്ന പാമ്പ്, തെറി പറയുന്ന പാമ്പ്, തല പൊക്കുന്ന പാമ്പ്, പിന്നെ വസ്ത്രം മാറി കിടക്കുന്ന പാമ്പ്. ഒരിക്കൽ ഞാൻ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ തിരക്കിട്ട് പോകാൻ വേണ്ടി, അപ്പോൾ കാണാം ആദ്യത്തെ പ്ലാറ്റ്ഫോമിൽ ഒരെണ്ണം തുണിയില്ലാതെ കിടക്കുക. അപ്പോൾ ആളുകളെല്ലാം ഇങ്ങനെ വരുന്നു പോകുന്നത് കാണുമ്പോൾ കണ്ണ് തിരിച്ച് പോകുക. ആളുകളെല്ലാം ലജ്ജിച്ച് നാണിച്ച് നിൽക്കുക. ഞാനും ഒന്ന് കണ്ടു. ഞാനും ഓർത്ത് ഈ തലസ്ഥാന നഗരിയിൽ എൻ്റെ ദൈവം ഇതെന്തോന്നായത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ആരെങ്കിലും വന്ന് ഒരെണ്ണം പെട്ടപ്പിച്ച് കൊടുത്തെങ്കിലും ഒന്ന് ചിന്തിച്ചിരുന്നു. അപ്പോൾ കാണാൻ നല്ല ചുറുചുറുപ്പുള്ള ഒരു ചെറുപ്പക്കാരൻ പോലീസുകാരെയും കിട്ടും. ആരോ റിപ്പോർട്ട് ചെയ്തതാണ്. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ചൂരിൽ കൊണ്ട് പട്ടപ്പട്ടപ്പട്ടായിട്ട് 5 എണ്ണം കൊണ്ട് പറ്റിച്ചു കൊടുത്തപ്പോഴേ എടുത്ത് തുണിയും കൊടുത്തൊരു ഓട്ടം അവൻ ഓടിയത് ഉഷ പോലും ഇങ്ങനെ ഓടത്തില്ല, അങ്ങനെ ഓടി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അടി കൊള്ളുമ്പോൾ യുവമാർക്കൊക്കെ എന്ത് വരും? അപ്പോൾ എന്തിൻ്റെ കുഴപ്പമാണ്? അത് ഞാൻ പറയാതിരിക്കുക. അല്ല, മദ്യപിക്കുക, സമാധാനം കിട്ടുമോ? നിൻ്റെ സമാധാനവും പോയി, നാട്ടുകാരുടെ സമാധാനവും പോയി, വീട്ടുകാരുടെ സമാധാനവും പോയി, മൊത്തം തൊലഞ്ഞില്ലേ? ഇനി എന്നാ ഉള്ളേ? അതുകൊണ്ട് മദ്യം സമാധാനം തരത്തില്ല, മയക്കുമരുന്ന് സമാധാനം തരത്തില്ല, സ്പീഡ് കൂടിയ നെറ്റ് കണക്ഷന് ആപ്പിൾ ഫോണും സമാധാനം തരത്തില്ല. ഓർത്തോ? അതിൻ്റെ പുറകെ കുറേ എണ്ണം നടക്കുക. എന്ത് രുചിയാണെന്നറിയാമോ അതും കൊണ്ട് നടക്കുന്ന ചിലരെയൊക്കെ കാണുമ്പോൾ? എന്ത് സുഖമാണ്! എത്ര എണ്ണത്തിൻ്റെ ജീവിതം വഴിയിൽ നശിച്ചു. ഇതൊന്നും സമാധാനം തരുകയില്ല. സമാധാനത്തിന് വേണ്ടി പിന്നെ പലരും വിചാരിക്കുന്നത് കാശുണ്ടെങ്കിൽ എന്താ സമാധാനമുണ്ട്. ഞാനത് പറയുമ്പോഴൊക്കെ ഓർക്കുന്ന ഒരാളുണ്ട്. കുറച്ച് മുമ്പേ 25 കോടി അടിച്ച ഒരുത്തന് അറിയില്ലേ? അവൻ്റെ അതുവരെ അവൻ സമാധാനത്തോടെ ജീവിച്ചിരുന്നു. അതോടുകൂടെ അവൻ്റെ സമാധാനവും പോയി, അവൻ നാട് വിട്ടും പോയെന്നാ പറയും. ഇപ്പോൾ എവിടെയൊന്നൊരു പിടിയുമില്ല, എനിക്കറിയില്ല. ഇല്ല, സമാധാനമൊന്നും കിട്ടത്തില്ല. പണം സമാധാനം തരത്തില്ല, സൗന്ദര്യം സമാധാനം തരത്തില്ല. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, ഇവിടെ രാഷ്ട്രീയക്കാർ സമാധാനം തരത്തില്ല, മതം സമാധാനം തരത്തില്ല, മദ്യം സമാധാനം തരത്തില്ല, അത് തരത്തില്ല, ഇത് തരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുമോ? അവിടെ വാ, അങ്ങനെ വാ, ആ വഴിക്ക് വാ. ഇവിടെ എവിടെയാണ് സമാധാനം? കേട്ടോണം, കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക്. ആ സമാധാനം അനുഭവിക്കുന്ന ദൈവമക്കളൊന്ന് കൈവക്കിക്കേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ സമാധാനം ഇല്ലായ്മയിലും ഞെരുക്കത്തിലും കഷ്ടത്തിലും രോഗത്തിലും കണ്ണുനീരിലും ദുരിതത്തിലും തുன்பത്തിലും ആ സമാധാനം അനുഭവിക്കുക. അവർക്ക് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സമാധാനം, അധികം സന്തോഷം. യഹോവ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ദൈവം പൂർണ്ണ സമാധാനത്തിൽ, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയിക്കൊണ്ട് നീ അവനെ പൂർണ്ണ അല്പസമാധാനത്തിലല്ല. ഈ സമാധാനം അനുഭവിക്കുന്നവരാ ഞങ്ങൾ. പ്രശ്നങ്ങളുണ്ട്, രോഗമുണ്ട്. ഒരു നല്ല രോഗിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാൻ. ഇവിടെ നിൽക്കുന്ന അനേകർ അങ്ങനെയുള്ളവരാ. അതിൻ്റെ നടുവിലും അവർ പാടും, രോഗം എന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലും ആ വേളയിലും വരും എൻ നാഥൻ എൻ്റെ ദേഹം പുതുതാക്കി എന്നെ ബലപ്പെടുത്തുവാൻ. അതിൻ്റെ നടുവിലും അവർ അനുഭവിക്കുന്ന സന്തോഷം, ആശുപത്രി കിടക്കയിലും അവർ അനുഭവിക്കുന്ന സന്തോഷം, അർദ്ധരാത്രി യാമങ്ങളിൽ വേദനയിലൂടെ പുളയുമ്പോൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷം, ഈ സമാധാന അനുഭവം. ഞാൻ ചിലപ്പോൾ രാത്രികളിലൊക്കെ ഇരുന്ന് എഴുതിയും വായിച്ച് ഒരുപാട് സമയം അങ്ങ് നീണ്ടു പോകുമ്പോൾ ഞാൻ വീട്ടുകാരിയോട് പറയും, എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവുക. ഉറക്കം വരുന്നു. ഉറക്കം വന്നാണ് ഉറങ്ങാൻ പോകുന്നത്. ഉറക്കം വന്നാണ്, മനസ്സിലായോ? അല്ലാതെ ഉറക്കം വരാൻ ഉറക്കഗുളിയൊന്നും കഴിക്കാറില്ല. അനേകം വിശ്വാസികൾ ഇന്ന് യോഗം കഴിഞ്ഞിട്ട് വീട്ടുകളിൽ പോയി ആ കിടക്കമുറിയുടെ മണമടിച്ചാൽ മതി, അനിസ്തേഷ്യ കൊടുത്തതുപോലെ എന്ന് വീഴുന്നേ. അത്ര ഉറക്കമാണ്. എന്തിന് ചിലർ യോഗത്തിന് പോലും ഇരുന്ന് ഉറങ്ങാറുണ്ട്. അത്ര സമാധാനം. സമാധാനം, ദൈവത്തിന് സ്തോത്രം. പോരെ? എന്തിനാ വിളിക്കുന്നത്? ഇത് അനുഭവിക്കുന്ന സന്തോഷമാണ്, മനസ്സിലായോ? എല്ലാം പ്രതികൂലമായാലും നൽകുന്ന ആത്മസമാധാനം. ഈ സമാധാനം സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഈ സന്തോഷത്തിനായിട്ട് നമ്മെ സമർപ്പിച്ചു കൊടുക്കാമോ? ഈ സമാധാന ജീവിതത്തിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു പ്രാർത്ഥനയോടെ, ഒരു തീരുമാനത്തോടെ നമുക്ക് വീടുകളിലേക്ക് കടന്നു പോകാം.
ഈ മൂന്നാമത്തെ രാത്രിയിലും ദൈവം നമ്മോട് ഇടപെട്ടതിനായി സ്തോത്രം. അവൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ രക്ഷയ്ക്കായി വിളിക്കാൻ വന്നത്. സുവിശേഷത്താൽ രക്ഷയ്ക്ക് വിളിക്കുക, സമാധാനത്തിനായി, നിത്യരക്ഷയ്ക്കായി, ആത്മീയ സന്തോഷത്തിനായി അവൻ നമ്മെ വിളിക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, തലകൾ വണക്കാം, പ്രാർത്ഥനയ്ക്കായി നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. നിയോഗിക്കപ്പെട്ട ദൈവദാസൻ വന്ന് പ്രാർത്ഥിക്കും. അതിനു മുമ്പായി ഒരു നിമിഷം ശാന്തമായിട്ട് ദൈവകരങ്ങളിൽ നമ്മെ പരമേൽപ്പിച്ചുകൊണ്ട് ഒന്നുകൂടെ, ഞാൻ ആരുടെയും കൈവെക്കാനോ എഴുന്നേൽക്കാനോ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ മനസ്സുള്ളവർ, നിങ്ങളുടെ ഹൃദയത്തിൽ ആ നിർണയം എടുക്കുക. അല്ല, അങ്ങനെ തീരുമാനം എടുത്തവർ ഞാൻ സ്നാനപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നവർ അതിനും ഒരു തീരുമാനം, അങ്ങനെ ഒരു നിർണയത്തിനും അങ്ങനെ ഒരു സമർപ്പണത്തിനുമുള്ള സമയം. അല്ല, അങ്ങനെ എല്ലാം ചെയ്തിട്ട് ഇന്നും ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കർത്തൃപാദത്തിലേക്ക് അടുത്തു വരുന്നതിനുള്ള ഒരു സമയമായിട്ട് ഇന്ന് രാത്രികാലം തീരേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു നിന്നെ വിളിക്കുന്നു എന്ന പാട്ടിൻ്റെ 2 ചരണങ്ങൾ നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഒന്നുകൂടെ പുനഃപ്രതിഷ്ഠ നടത്തി സമർപ്പിച്ചു കൊടുക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഈ ഗാനം ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു, കാൽവറിയിൽ ഉയർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു, കാൽവറിയിൽ ഉയർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. പാപത്തിൻ്റെ ഭാരത്തിനാ പാരം കേണു വലഞ്ഞിടുന്നു, പാപത്തിൻ്റെ ഭാരത്തിനാ പാരം കേണു വലഞ്ഞിടുന്നു, പരമേശ്വരിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ, പരമേശ്വരിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. ദൈവം വിളിക്കുകയാണ്. ഇനി ഒരു ദിവസം കൂടെ വിളിക്കുമെന്ന് വിചാരിക്കരുത്. രാത്രിയിലെ വിളി എന്നോടുള്ള ഒടുവിലത്തെ വിളിയാണോ എന്ന് ആർക്ക് പറയാൻ പറ്റും? അതുകൊണ്ട് സമർപ്പണത്തോടെ യേശുവേ, ഞാൻ അങ്ങേ സമരണപ്പെടുന്നു, അങ്ങയുടെ കൈകളിൽ എന്നെ ഏൽപ്പിക്കുന്നു, എന്നെ തള്ളിക്കളയരുതേ കർത്താവേ, എന്നെ അവിടുന്ന് സ്വീകരിക്കണമേ. ഞാൻ അവിടുത്തെ ഒരു വകയായി ഞാൻ ജീവിച്ചു കൊള്ളാം, അവിടുത്തെ വചനപ്രകാരം ഞാൻ ജീവിക്കാം, ശരിയായ ഒരു സഭാബന്ധത്തിൽ എന്നെ ഞാൻ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാം, അവിടുത്തെ വചനത്തോട് ഞാൻ മറുത്തു നിൽക്കുകയില്ല. എന്നെ ഞാൻ ഏൽപ്പിക്കുന്ന കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് താഴ്മയോടെ അവിടുത്തെ കരങ്ങളിൽ